ലൈവ് സ്റ്റാർട്ട് ചെയ്തോ എന്നറിയില്ല. ലൈവ് സ്റ്റാർട്ടാണോ? ആർക്കെങ്കിലുമൊക്കെ എൻ്റെ ശബ്ദം കേൾക്കാമോ? ഹായ് ജെ പി മുണ്ട് വാട്ട് മുണ്ടക്കോട്. ഓക്കെ ജെ പി, എൻ്റെ വോയിസ് കേൾക്കാമോ ജെ പി? ഞാൻ സംസാരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കേൾക്കാമോ? ഇസ് ഇറ്റ് ഓഡിബിൾ? ലൈവായി. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ? എൻ്റെ വോയിസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാവോ? എന്താ പറയുന്നതെന്ന് ശബ്ദമുണ്ടോ? നിങ്ങൾ അതിനിടയിൽ ഐ ലവ് യു പറയില്ലേ? നിങ്ങൾക്ക് ഐ ലവ് യു പറയാൻ ഞാൻ സമയം തരാം. നിങ്ങൾ അടങ്ങ്. ഇപ്പം വോയിസ് ശരിയാണോ നോക്ക്. യുവരാജ്, യെസ് യു ആർ ഓഡിബിൾ. മനോജ് കുമാർ, താങ്ക് യു മനോജ്. എനിക്ക് പിന്നെ ഞാൻ കുറേ ഫുഡെല്ലാം വാരി വലിച്ച് കഴിച്ചു. എനിക്ക് വയ്യാതായി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. കുറേ നന്മ മരങ്ങളുടെ പിന്നെ മുഖങ്ങൾ ഇന്ന് പുറത്താക്കിയതിൽ അങ്ങേയറ്റം സന്തോഷമുള്ളത് കൊണ്ട് ഞാൻ കുറേ ബിരിയാണി കഴിച്ചിരുന്നു. ബിരിയാണി കഴിച്ച് വയ്യാതായി. എന്നാലും വയ്യ. എന്നാലും ഞാൻ ഒന്ന് ലൈവ് വന്നേക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് ക്ലാരിഫിക്കേഷൻസ് കുറച്ച് കാര്യങ്ങളിൽ തരാനുള്ളത് കൊണ്ടും അത് റെലവെന്റ് ആണെന്ന് തോന്നിയത് കൊണ്ടും മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ വരെയൊന്നുമില്ല. എന്നാലും കുറച്ച് ക്ലാരിഫിക്കേഷൻസ് തരേണ്ടിയിരിക്കുന്നു എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഫേസ്ബുക്ക് വഴി ഞാൻ കുറേ കാര്യങ്ങൾ പബ്ലിക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അത് കുറച്ച് പേരെയൊക്കെ വളരെ അസ്വസ്ഥപ്പെടുത്തുകയാണെന്നൊക്കെ എനിക്കറിയാം. തനിയെ അസ്വസ്ഥമാകുക എന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ചെയ്ത് കൂട്ടിയതിനെ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. അതിൽ ഒരു ചില വ്യക്തികളെ ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ചില വ്യക്തികളുടെ പേരും ആ ഇൻസിഡൻസും കുറച്ചുകൂടെ കൃത്യമായി അത് അറിയണം. അത് എഴുതുന്നതിന് കുറേ പരിമിതികളുണ്ടല്ലോ. നമുക്കത് എത്രയെന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. ചില കാര്യങ്ങൾ അത് എഴുതാൻ കഴിയില്ല. അപ്പോൾ അത് പറഞ്ഞു തന്നെ ആവണം. എനിക്ക് ആദ്യം രാജേഷ് ടച്ച് റിവർ എവിടെയെങ്കിലും പിന്നെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതുവഴി സംസാരിക്കാനുള്ളത്. ഇന്നലെ ഞാൻ പിന്നെ മീഡിയ വണ്ണിൻ്റെ ഒരു ന്യൂസിൽ, ഓൺലൈൻ ന്യൂസിൽ വായിച്ചത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മീഡിയ വണ്ണിന് വന്ന മെയിലാണ് ഇത്. മീഡിയ വണ്ണിന് ഇട്ടിരിക്കുന്ന ന്യൂസിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അടിസ്ഥാനരഹിതമായ ന്യൂസ് ആയതുകൊണ്ട് അത് പിൻവലിക്കണമെന്ന്. ഓക്കെ, പിന്നെ അപ്പോൾ അബ്യൂസ് ചെയ്ത ഒരാള് അതെ ഞാൻ ഈ കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് രാജേഷ് ടച്ച് റിവർ സമ്മതിക്കുന്ന പിന്നെ വിചാരിക്കാൻ മാത്രം നമ്മൾ അതമ്പതിച്ച് പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് അബ്യൂസറാണ് പറയുന്നത് അതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നടന്നതെല്ലാം സത്യമായിരുന്നു, എഴുതുന്നതിനകത്ത് ഒരു പൊടിയിലുള്ള കള്ളത്തനമില്ല, എല്ലാം ഞാൻ ചെയ്തതാണെന്ന് ഒരിക്കലും ഒരു അബ്യൂസർ പറയില്ല. ഓക്കെ, അപ്പം മീഡിയ വണ്ണാണെന്ന് തോന്നുന്നു. ഓക്കെ, മീഡിയ വണ്ണിന് വന്ന മെയിൽ ഇതാണെന്ന് പറയുന്നു. അവർ തന്നെ പറയുന്നു വാർത്തയിൽ. അപ്പോൾ അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അടിസ്ഥാനരഹിതമാണോ അല്ലേ എന്നൊക്കെ ഉള്ളതൊരു സർവൈവറാണ് വിചാരിക്കേണ്ടത് മിസ്റ്റർ രാജേഷ് ടച്ച് റിവർ. ഓക്കെ, അതിലൂടെ കടന്നു വന്ന, അതിന്റെ പെയിൻ അനുഭവിച്ച, അതിന്റെ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിച്ച, കൺസൾട്ട് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനാണത് തീരുമാനിക്കേണ്ടത്. നിങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത്. അടിസ്ഥാനരഹിതമാണോ അല്ലേ എന്നുള്ളതൊന്നും നിങ്ങളും അല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ടീം, നിങ്ങളുടെ ഒരു ഹൈലി പേട്രിയാക്കൽ ടീം ഉണ്ടല്ലോ അവിടെ, അവരും അല്ല തീരുമാനിക്കേണ്ടത്. സുനിത കൃഷ്ണനും അല്ല തീരുമാനിക്കേണ്ടത്. അത് ഞാൻ എടുത്ത് പറയാം, റിപ്പീറ്റ്, സുനിത കൃഷ്ണനും അല്ല തീരുമാനിക്കേണ്ടത്. ഇതെനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹം, എനിക്ക് തോന്നുന്നു ഞാൻ ആ സെറ്റില് എൻ്റെ ഫസ്റ്റ് ഫിലിമായിരുന്നു കേട്ടോ.
ഭുവനേശ്വർ വെച്ചിട്ടായിരുന്നു ഓഡിഷൻ. ഇയാൾ എനിക്കൊരു മാക്സിമം 2-2.5 കൊല്ലമായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഭുവനേശ്വർ പിന്നെ ഓഡിഷന്റെ കേസിന് പോവുകയും അവിടെ നിന്ന് ഓർഗാനിക്കലി സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഓഡിഷനിൽ പെർഫോം ചെയ്ത് അതിൽ നിന്ന് ഓർഗാനിക്കലി എൻ്റെ ടാലന്റ് ബേസ് ചെയ്ത് സെലക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഇവർ പറയുന്ന കേട്ടാ തോന്നി ഇവരുടെ എന്തോ ഔദാര്യമാണിതെന്ന്. ഞാൻ അവിടെ സെറ്റിൽ നിന്നപ്പോൾ ഒരു 100,000 തവണ രാജേഷിന്റെ ടീമുകാരും പറയുന്ന ഒരു സംഭവമാണ്, അയ്യോ മലയാളി കുട്ടികളെ വിളിക്കണ്ടായിരുന്നു, എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്, മലയാളീസിനെ വിളിക്കണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ എടുത്തത്? നിങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു മലയാളീനെ എടുത്തിട്ട്? ഇതൊക്കെ നിങ്ങൾ ആരെ മറ്റേ ഒന്നുമല്ല എന്നാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പുതിയതായിട്ട് വരുന്ന ഒരു ആളെന്ന് ഞാൻ എടുത്തു പറയണം, ഒരാള് ഈ ഇൻഡസ്ട്രിക്ക്, അതായത് പുതുമുഖം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പുതുമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് അവകാശങ്ങൾ ഇല്ല എന്നുള്ള ഒരു വിളിയാണ്, ഒരു അടിച്ചേൽപ്പിക്കലാണ് ഈ പുതുമുഖം. നിങ്ങൾ പുതുമുഖമാണല്ലേ, ഒരു ന്യൂ കമ്മർ ആണല്ലേ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഉദ്ദേശങ്ങൾ ഇവർ ഈ ഇങ്ങനത്തെ അസോൾട്ടേഴ്സ് അവരുടെ ഉള്ളിലുണ്ടത് ഇഷ്ടംപോലെ ഉണ്ട്. അവര് എല്ലാ കാര്യത്തിലും കുടിക്കുന്ന ഒരു വെള്ളത്തിൽ തുടങ്ങി നമുക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടോ പ്രോപ്പറായിട്ട് ഒരു എന്തോ പറയാം, ഫുഡിന്റെ കാര്യമാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം, കാര്യം ഇഷ്ടംപോലെ പറയാനുണ്ട്. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവരുടെ ഒരു പോസ്റ്റ്. അവർ പണ്ട് എനിക്കെതിരെ ഇട്ട ഒരു പോസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഭയങ്കര കോമഡിയാണ്. എനിക്കെതിരെ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് ഇപ്പം നിലവിലില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. ആ പോസ്റ്റ് എന്തുകൊണ്ട് നിലവിലില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ വെച്ചൂടെ, ഇവിടെ പബ്ലിക്കായിട്ട് വെച്ചൂടെ? മിസ്റ്റർ രാജേഷ് ടച്ച് റിവർ നിങ്ങൾ എന്തിനാണ് ഡിലീറ്റ് ചെയ്തിട്ട് പോയി കളഞ്ഞത്? നിങ്ങൾ കുറെ ടീമുകാരുണ്ടല്ലോ, മറ്റേ ഹേമന്ത് രമേശ്, പിന്നെ ഒരാൾ, അയാള് എന്താണ് അതിനകത്ത് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ ഇപ്പം ഇല്ല, മനോജ് എന്നാണ് അയാളുടെ പേര്. ഈ പുള്ളി ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, രേവതി ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. എന്നാൽ പിന്നെ ഞാൻ നിന്റെ അടുത്ത് രഹസ്യമായിട്ട് വിളിച്ച് പറയാം, മനോജിന്റെ അടുത്ത് മാത്രമായിട്ട് ഞാൻ രഹസ്യമായിട്ട് ഈ കാര്യം പറയാം. അബ്യൂസുകൾ പബ്ലിക്കായിട്ട് വന്ന് പറയേണ്ടി ഇരിക്കുന്നു, ധാരാളം കാര്യങ്ങളുണ്ട് അതിന്. അപ്പൊ അവര് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു ടീമിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ എന്ത് പറയുന്നു, അതായത് ഈ രാജേഷ് ടച്ച് റിവർ എന്ന് പറയുന്ന ഊള, അയാൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് മാത്രം ഇങ്ങനെ കുറെ പപ്പച്ചുകളാണ് അവര്. ആ എൻ്റെ ഈവൻ സഞ്ജു എല്ലാവർക്കും എല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്, ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ പ്രത്യക്ഷത്തിൽ അവർക്കൊന്നും പറയണ്ട, പരസ്യമായിട്ട് പറയാൻ പാടില്ല. പരസ്യമായിട്ട് നമ്മുടെ ഡയറക്ടറിനെ സിന്ദാബാദം പറഞ്ഞ് നടക്കുന്ന കുറച്ച് ടീമുകാരാണ്. ഓക്കെ, അവർക്ക് അറിയാം എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരാരും അത് പ്രത്യക്ഷത്തിൽ സമ്മതിക്കില്ല. അതാണല്ലോ ഒരു പേട്രിയാക്കിയുടെ ഒരു സ്വഭാവം, ഒരു നേച്ചർ അതാണ്. അതുപോലെ അപ്പൊ ഈ മനോജിന്റെ കാര്യം, മനോജ് വന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട് പറയാണ്, രേവതി ഇതൊന്നും പബ്ലിക് ആക്കി പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇതവിടെ നടന്നു എന്നുള്ളത്, എന്നാൽ ഡയറക്ടർ പറയുന്നതിൻ്റെ കൂടെ നിൽക്കുകയും വേണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് ഇവിടെ. എനിക്ക് അന്ന് എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ടും ഞാൻ ആക്ച്വലി ആ ഏജിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ളതിൽ വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നക്കാളും ഞാൻ റിയാക്ട് ചെയ്തു എന്ന് എനിക്കിപ്പോൾ ആ വയസ്സിനെ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ സമയത്ത് വല്ലതുണ്ടെങ്കിൽ ഞാൻ കാരട കുട്ടിയെ നോക്കി ഒരെണ്ണം കൊടുത്തേനെ, മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് ഈ പ്രവൃത്തി കാണിച്ചു കഴിഞ്ഞാൽ. അന്നെന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പം പോലും അവർ ഭയത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നിട്ടും ഞാൻ അവിടെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ. ആ വയസ്സിൽ ഞാൻ അന്ന് ഒരു ന്യൂ കമ്പർ, ഒരു പിടുത്തമില്ല. നമ്മൾ ആദ്യത്തെ ഒരു ഇതിനകത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ചുറ്റിനും നമ്മൾ കേൾക്കുകയാണ്, നീ ന്യൂ കമ്പറാണ്, നീ മിണ്ടരുത്, മിണ്ടിക്കഴിഞ്ഞാൽ തീർന്നു, ഇനി നിനക്ക് ഒന്നുമില്ല. അതായത് എൻ്റെ ഒരു വിചാരം, ഈ സിനിമ എന്ന് പറയുന്നത് ആയിരിക്കും നമുക്ക് തരുന്നതാ, നമ്മൾ ഇങ്ങനെ നിന്നിങ്ങനെ വാങ്ങുന്ന ആ ഒരു സംഭവമാണ്. നമ്മൾ ഭയങ്കര ഇതായിരിക്കണം അല്ലെങ്കിൽ തീർന്നു. ഇങ്ങനെയാണ് ഇവർ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത്. ആ സെറ്റിനകത്ത് ഇവർ നമ്മളെ കണ്ടീഷൻ ചെയ്യും, ഇങ്ങനെയാണ് അങ്ങനെയാണ്. ആ ഷിജു ഒക്കെ ഇതാണ് പരിപാടി. അയാളൊക്കെ എന്നെ ഉപദേശം, ഞാൻ പറയുന്നില്ല, എൻ്റെ വായിൽ വേറെ വല്ലതൊക്കെയാണ് വരുന്നത് ഉപദേശം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഉപദേശങ്ങളൊന്നും ഞാൻ കൂസലില്ല എന്ന് കണ്ടപ്പോൾ അയാൾ എന്നെ എന്താക്കി, അഹങ്കാരിയാക്കി. അല്ലെങ്കിൽ കൊള്ളാലോ, ആദ്യത്തെ സിനിമയിൽ സെറ്റിൽ തന്നെ വന്നിട്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുക. അവരുടെ രീതി ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുക. യെസ്, ആ ആറ്റിറ്റ്യൂഡ് വേണം, അത് എൻ്റെ ക്യാരക്ടറാണ്, എൻ്റെ പേഴ്സണാലിറ്റിയാണ്. അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഷിജു അല്ല, ഒരാൾക്കും അതിനകത്ത് അധികാരമില്ല. ഷിജുവും ഒരു അധികാരമില്ല, ആർക്കും ഒരു അധികാരമില്ല, മനസ്സിലായില്ലേ? അപ്പം
രാകേഷ് ചോദിക്കുന്നത് ഡോ താൻ ലൈവ് ആണോ എന്ന്. പിന്നെ ഞാൻ ഇവിടെ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ ഞാൻ ഇവിടെ എന്താണ് ചെയ്യണം എന്നുള്ളത്? പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് നിങ്ങൾ അത് ഇടയിൽ പറയുന്നത് ഡോ താൻ എന്ത് ചെയ്യാണെന്നുള്ളത്? ഓക്കെ, അപ്പം ഓക്കെ ശരി. അപ്പൊ വേറെന്താ, ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത്? ആർക്കെങ്കിലും എന്നെ ഓർമ്മിപ്പിക്കാമോ? ഓക്കെ, അപ്പം രാജേഷിന്റെ കാര്യം. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇതാണ് ആ സെറ്റിനകത്ത് സുനിത കൃഷ്ണൻ, ഷീ ഈസ് എ സർവൈവർ. പക്ഷെ എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല ഒരു സർവൈവറിന് എങ്ങനെയാണ് വേറൊരു അന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു വിക്ടിം ആയിരുന്നല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ കഴിയാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സുനിത കൃഷ്ണൻ എന്താണെന്നും സുനിത കൃഷ്ണൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പം അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് റിലേറ്റബിൾ അല്ലാതെ ഇരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ണടയ്ക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആണോ? വോയിസ് ഒക്കെ കേൾക്കാമോ? വല്ലം കട്ടാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് സംസാരിക്കുകയാണ്. ഇസ് ഇറ്റ് ഓഡിബിൾ? ആരെങ്കിലും യെസ് പറഞ്ഞാലേ ഞാൻ ഇനി ബാക്കി സംസാരിക്കുള്ളൂ. രാകേഷ് ഒന്ന് പോവില്ല. ബിക്കോസ് ഇത് എൻ്റെ ലൈവാണ്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല. താ ഇറങ്ങിപ്പോടോ. എൻ്റെ ലൈവിൽ വലിഞ്ഞെറിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോവാൻ, നീ പോടാ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോന്നോ അറിയില്ല. ഓക്കെ ശരി, ക്രിസ്റ്റൽ ക്ലിയർ. യെസ്, ഓക്കെ. അപ്പം ഇതാണ് ഇവിടുത്തെ കാര്യം അന്ന് നടന്നത്. ഇതൊന്നും അല്ല, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പം ഇവര് സർവൈവറിന്റെ ബിരിയാണി കഴിച്ചതിന്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ആകെ ഒരുമാതിരി വന്നിരിക്കുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മറന്നൊക്കെ പോകുന്നു. ഓക്കെ, അപ്പം സുനിതയുടെ ഒരു ഇതൊക്കെ എനിക്ക് അന്ന് ഭയങ്കര ഹേർട്ട് ചെയ്തായിരുന്നു. ബിക്കോസ് ഐ വാസ് എക്സ്പെക്ടിങ് സംതിങ് ഫ്രം ഹർ. ബിക്കോസ് ഞാൻ അതിന് മുന്നേക്ക് ഐ വാസ് അവെയർ ദാറ്റ് സുനിത എന്ന് പറയുന്നത് രാജേഷിന്റെ വൈഫാണെന്നൊന്നും എനിക്ക് അറിയിട്ടായിരുന്നു അതുവരെ. ആ സമയത്തൊക്കെയാണ് ഞാൻ അറിയുന്നത് ദിയർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സോ ഐ വാസ് ലൈക്ക് വെരി എക്സൈറ്റഡ് ടു മീറ്റ് ഹർ ഫസ്റ്റ് ഇനിഷ്യലി. അതിനുശേഷം ഇത് ഇങ്ങനത്തെ ഒരു പ്രതിനിധി, ബിക്കോസ് അവർ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു. അതിന് 3 co-producers ആണുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അവസ്ഥ വേറൊരു പ്രത്യേക തലമാണ്. അതുകൊണ്ട് ഞാൻ പുള്ളിയൊന്നും പറയുന്നില്ല. പുള്ളി അബ്യൂസറും ഇതൊന്നും അല്ല. പുള്ളി ആകെ കാശിനും അതും ഇതൊക്കെ ആയിട്ട് ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കസേരയൊക്കെ എടുത്ത് വീട്ട് അവിടെ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആൾക്കും ഞാനും അയാളും തമ്മിൽ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോലുമില്ല. അയാൾക്ക് അവിടുത്തെ ഭാഷയെ അറിയുള്ളൂ. ഒഡീഷ അതൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. എനിക്ക് അറിയില്ല. പുള്ളിക്കാരന് ഇംഗ്ലീഷിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു മീഡിയം ആയിരുന്നില്ല. അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നുള്ളതിൽ കുറച്ചുകൂടി ഡീസൻ്റ് അവിടെ. അപ്പം ബാക്കി എല്ലാവരും ഇതുപോലെ എന്താണ് എല്ലാ തരത്തിലുള്ള വൃത്തികേട് നടക്കുന്ന ഒരു സെറ്റാണ്. അതായത് പലരെയും ഇയാള് ബോഡി ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഞാൻ കേട്ട്, ബിക്കോസ് ഇയാൾ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അവിടെ വന്ന് നിൽക്കുന്ന കുട്ടികൾക്ക് അത് അറിയണമെന്നില്ല, ആ ഭാഷ അറിയില്ലല്ലോ. അപ്പം ഇയാൾ ജൂനിയർ ആക്ടേഴ്സിനോടത്തും അല്ലെങ്കിൽ വേറെ അവരുടെ പല ആക്ടേഴ്സിനോടും, ഐ ഡോണ്ട് വാണ്ട് ദം ടു കോൾ ഇറ്റ് ഇസ് ജൂനിയർ ആക്ടർ, ബൈ ദ വേ ദേ ആർ ആക്ടർ, സോ സോറി ഫോർ ദാറ്റ് ടേം. എല്ലാവരും ആക്ടേഴ്സാണ്. അപ്പം അവരെ നോക്കിയിട്ട് ഇയാൾ മലയാളത്തിൽ അതിനകത്ത് ഒരു അഡ്വക്കേറ്റ് പയ്യൻ വന്നിരുന്നു. അവരൊന്നും ഇതൊന്നും വന്ന് പറയാൻ പോകുന്നില്ല. ഞാൻ പറയും, ഓക്കെ, ഞാൻ പറയും. അവരൊന്നും ഇങ്ങനെയൊന്നും വന്ന് അവരാരും ഇതൊന്നും പറയാൻ പോകുന്നില്ല. അവർക്കിപ്പോൾ കംപ്ലൈന്റ് ഉണ്ടോ? അവർക്ക് കംപ്ലൈന്റ് ഇല്ലാന്നേ പറയും. അതുകൊണ്ട് എന്നാൽ എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. കാരണം ഞാനിത് കണ്ടതാണ്. കണ്ടിട്ട് എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ആർക്കൊക്കെ എന്ത് അസ്വസ്ഥതയാണെങ്കിലും നിങ്ങളൊക്കെ പെട്ടോന്നേ എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി രാജേഷിന്റെ അവിടുത്തെ ഉള്ള എല്ലാ ടീമിനോടും ഞാൻ പറയും, നിങ്ങൾ അങ്ങ് അസ്വസ്ഥപ്പെട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പറ്റൂ. ഓക്കെ, അപ്പം പിന്നെ യെസ്, ഈ പറയുന്ന പയ്യൻ ഒരു പർട്ടിക്കുലർ റോള് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഈ പയ്യൻ എന്താണ് ജിമ്മായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അയാള് കൈ എപ്പോഴും കുറച്ചിങ്ങനെ എന്താണ് സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്ന ആളുടെ ഒരു പ്രകൃതം അങ്ങനെയാണ്. അയാൾ ആ ഒരു രീതിയിലുള്ള ഒരാൾ. ഓരോരോ ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യരല്ലേ. ഇയാൾ അവിടെ ഇരുന്നിട്ട് മലയാളത്തില് എന്താടാ നിന്റെ കൈയിനിടയിൽ തേങ്ങയാണോടാ ഇരിക്കുന്നത്, ഉടനെ ഹാ 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 എന്ന് പറഞ്ഞ് ഇയാൾ വല്ലതും പറയും, ചിരിക്കാൻ ഇവരെല്ലാവരും. ഇയാൾ എല്ലാ സെക്സിസ്റ്റ് ജോക്സും അടിക്കും, റേപ്പ് ജോക്സും അടിക്കും. ഇതിനൊക്കെ കൊട്ടിഘോഷിക്കാൻ ഹേമന്ത് അങ്ങനെ കുറെ വാലുകൾ അവിടെ ഉണ്ട്, ഇവറ്റുകളെല്ലാം. ഓക്കെ, ഈ പറയുന്ന ദിവസങ്ങളിൽ ഒന്നും തന്നെ, അതായത്
ഞാൻ ഷൂട്ടിന് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ ആകെ 2-3 ദിവസമൊക്കെയാണ് ഈ സുനിത കൃഷ്ണനെ ഞാൻ കാണുന്നത്. ഒരു ദിവസം കണ്ടത് എന്തോ ഇന്റർവ്യൂസും പ്രൊമോഷണൽ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസം, പ്രസ് മീറ്റ് ഉണ്ടായിരുന്ന ദിവസമാണ് ഇവർ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ആ ദിവസം എന്തറിയാനാണ്, ഒന്നും അറിയില്ല, ജസ്റ്റ് സംസാരിച്ചു, മീറ്റ് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, പോയി. പിന്നെ അനുഭവിച്ച കഥകളോ ഞാൻ കടന്നുപോയ കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഒരാളാണ് ഈ സുനിത കൃഷ്ണൻ. ഈ സുനിത കൃഷ്ണൻ ഫൈനലി എന്തുദ്ദേശിച്ചിട്ടാണ് എന്നെ ഈ ജഡ്ജ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു സുനിത കൃഷ്ണൻ ഉള്ള സമയത്ത് രാജേഷ് ടച്ചർ ഭയങ്കര ഡീസന്റ് ആണ്. അയാൾക്ക് ഞാൻ മകളാണ്, മകൾ. ഓക്കെ, അയാൾക്ക് ഞാൻ മകളാണ്, മകളും അനിയത്തിയും എന്തൊക്കെയാണ്. അയാൾക്ക് ഞാൻ മകളാണ്, അനിയത്തിയാണ്, ജനിക്കാതെ പോയ ആരൊക്കെയാണ്. ചില സമയത്ത് ആൾ എന്നെ മുഖത്ത് പോലും നോക്കില്ല, അത്ര എക്സ്ട്രീംലി ഡീസന്റ്. അല്ല, ഒന്നും നോക്കില്ല. സാർ എന്ന് വിളിച്ച പോലെ നോ, എനിക്കറിയില്ല നിങ്ങൾ എന്നുള്ളതാണ്. അവരില്ലാത്ത സമയത്ത് ഇയാൾ എന്തൊക്കെ വൃത്തിയായിട്ടെന്ന് അറിയോ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ രീതിയിൽ. അയാൾ വലിയൊരു അബ്യൂസറാണ്, ഭയങ്കര വലിയൊരു മുഖംമൂടി ഇട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. ഇയാൾ എന്നെ നോക്കി പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഒരു കടലിന്റെ അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ വാസ് വിയറിങ് എ വൈറ്റ് ഷർട്ട്. I was playing a inspector character, Amrita. So I was like chasing certain ആൾക്കാരെ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ വെള്ളത്തിലൂടെയൊക്കെ മറിഞ്ഞും വീണും ഒക്കെ ആണല്ലോ, ഫുൾ സാൻഡും മണ്ണും അതൊക്കെ തന്നെയാണ്, ആകെ പൊരി വെയിലും എല്ലാം ആകെ ഒരു മേളമാണല്ലോ, നമുക്കറിയാലോ ആ സമയത്ത്. എസ്പെഷ്യലി നമ്മൾ അത്രയും ഇതെടുത്താണ് ഓരോ കാര്യങ്ങൾ. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നമ്മൾ ഒത്തിരി വി ഹാവ് ടു ഇൻവോൾവ് ഇൻ ദാറ്റ് പ്രോസസ് ആൻഡ് ഐ ലവ് ദാറ്റ് പ്രോസസ് ഫോർ ഡാം ഷുവർ. പക്ഷെ അവിടെ എന്ന് പറയുന്നത് സർട്ടൻ കാര്യങ്ങളൊക്കെ വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നും ഇല്ല അവിടെ. അപ്പം അതൊക്കെ കീപ്പിംഗ് ഇറ്റ്സ് അസൈഡ്, അതെല്ലാം വേറെ ഭാഗമാണ്. അപ്പം ഇതിലൂടെ ഈ വെള്ളത്തിൽ നനഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആൻഡ് ഇയാളൊരു ഡയറക്ടറാണ്, ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരാളാണ്. ഇയാൾ എൻ്റെ അടുത്ത് പറയാണ് പതുക്കെ, ഇയാളുടെ ഒരു രീതി, നേച്ചർ എന്ന് പറഞ്ഞാൽ പതുക്കെ ഇങ്ങനെ വന്ന് അടുത്തെന്ന് പറയുന്ന ഒരു, ആരും കേൾക്കാതെ കാതിൽ പറയുക. എൻ്റെ അടുത്തൊക്കെ പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ വെച്ച് ഈ സീനുമായിട്ട് ഞാനിങ്ങനെ അതിലെ സാർ നമ്മൾ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡൗട്ട് ചോദിക്കാനും നമ്മുടെ ഒരു രീതിയോ തന്നെയാണ്. എങ്ങനെ നമുക്ക് ഓരോന്നും ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാം എന്നുള്ളൊരു, ഐ വാസ് എൻജോയിങ് ദാറ്റ് പ്രോസസ്. അപ്പം ഇയാൾ വന്ന് പറഞ്ഞു, പിന്നെ നിന്റെ നിപ്പിൾ എന്താണ് പൊങ്ങി നിൽക്കുന്നത്? അയാൾ ചോദിച്ചതാണ്. വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കായ്മയൊന്നും ഇല്ലല്ലോ. രാജേഷും എല്ലാവരും ഇത് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കേട്ടോ, എന്തുകൊണ്ടാണ് നിന്റെ നിപ്പിള് പൊങ്ങി നിൽക്കുന്നത്? ഇയാൾ ചോദിച്ചതാണ്. പിന്നെ നിങ്ങൾ പറയുമായിരിക്കും ഞാനിങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല, ഇങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ പലയിടത്തും പറഞ്ഞത്. അങ്ങനെ ചോദിച്ചിട്ടില്ല, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, കുറേ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്. നിപ്പിള് പൊങ്ങി നിൽക്കും, നിങ്ങളുടെ അമ്മയ്ക്കും അങ്ങനെയാണ് പൊങ്ങി നിൽക്കുന്നത്. നിങ്ങളെ വലയത്തിലുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും നിപ്പിള് പൊങ്ങി നിൽക്കും, താഴ്ന്നു നിൽക്കും. പിന്നെ എന്താ പറയാ, വെള്ളം നനയുമ്പോൾ വേറൊരു രീതിയാവും, ചിലപ്പം ഉള്ളിലേക്ക് പോവും. അതിന് വളരെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യത്തിനെ ഹൈലി ഒബ്ജക്ടിഫൈ ചെയ്ത് സെക്സിസം കലർത്തി ആ അതിർവരമ്പുകൾ ക്രോസ് ചെയ്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആരോ ലൗഡ് ആൻഡ് ക്ലിയർ എന്തോ പറയുന്നുണ്ട്. സോ യു മെന്റ് ലൗഡ്, റൈറ്റ്? ദാറ്റ് ലൗഡ്, I take it as another way. Okay. So അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പാതിരാത്രി ഡാൻസ് ചെയ്യാൻ, ആർ യു റെഡി ഫോർ ഡാൻസ്? ആദ്യം ഞാൻ ചോദിച്ചു, എന്ത് ഡാൻസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഡാൻസ് സീക്വൻസ് ഉണ്ടോ? ആ ഡാൻസ് ഇല്ല. ഐ യൂസ് ടു ഗെറ്റ് സം മെസ്സേജസ് വാട്സാപ്പിൽ, വിളിക്കുമായിരുന്നു, ഡാൻസ് ചെയ്യാൻ വരൂ. ഇയാളെ മുമ്പേ ഡാൻസ് ചെയ്യാൻ പോകും. തനിക്ക് വേണമെങ്കിൽ താൻ സ്വയം കണ്ണാടി നോക്കി ഡാൻസ് ചെയ്യണം, അല്ലേ? അപ്പം അതൊക്കെ ഞാൻ പുറത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അതിനൊക്കെ 100,000 എക്സ്പ്ലനേഷൻസ് സുനിതയ്ക്കും രാജേഷിനും ഒക്കെ ഉണ്ട്. ആ കുട്ടി ഡാൻസ് കളിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഡാൻസുമായി സംബന്ധിച്ച് ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഡാൻസറാണെന്നൊക്കെ വിളിച്ച് പറയുന്നത്? നിങ്ങൾക്ക് എന്ത് എവിഡൻസ് ആണുള്ളത് ഞാൻ ഡാൻസറാണെന്ന് പറയാൻ? എന്റെ സർട്ടിഫിക്കറ്റ്, ഞാൻ ജില്ലാ കലോത്സവത്തിൽ പോയ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളാണോ എനിക്ക് തന്നത്? അല്ലല്ലോ. അപ്പം നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് മനുഷ്യ നിങ്ങൾ ഇങ്ങനെയൊക്കെ കുറെ വൃത്തിയുടെ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ? ഞാൻ ആ സമയത്തൊന്നും ലൈവ് വന്നിട്ടില്ല. ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് പോലും സർട്ടൺ ഇൻഹിബിഷൻസ് എനിക്കുണ്ടായിരുന്നു. ഐ വാസ് ലൈക്ക് പല തോട്ട്സിൽ ഞാൻ പോകുന്നുണ്ട്. അതായത് റിയാക്ട് ചെയ്ത സമയത്തൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ബുള്ളിങ് ചെയ്ത് കൊല്ലാക്കൊല ചെയ്ത് നിർത്തിക്കുന്ന സമയമാണ്. സോ
എക്സ്റ്റേണലി പെരിഫറലി ഞാൻ റിയാക്ട് ചെയ്യുമ്പോഴും മെന്റലി ഞാൻ പല ബ്ലോക്കിൽ പോകുന്നുണ്ടായിരുന്നു. ഐ വാസ് ക്രൈം കുറെ സമയത്ത്. സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് കരയുന്ന സമയത്ത് ഒരു ഓയോ പോലത്തെ ഒരു അവിടെയായിരുന്നു അഡ്മിഷൻ, ഐ മീൻ അവിടെയായിരുന്നു താമസം. അപ്പം അവിടെയൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ ഷിജു ഒക്കെ കണ്ടുപോയിട്ടുണ്ട്. ഇയാളൊക്കെ ഒരു മനുഷ്യനാണ്. അയാളെ ചോദിക്കില്ല, അയാളെന്ന് എനിക്ക് ചോദിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിനൊക്കെ ഇങ്ങനെ പിന്നെ തീറ്റ കൊടുക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പൊ അവരെയൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫാക്ട്. എന്നാലും ആരൊക്കെ എന്തൊക്കെ അയക്കുന്നുണ്ട്, ഞാൻ പറയാമേ. ശരി, അപ്പം എന്നെ കുറെ ട്രിഗർ ചെയ്യുമോ കുറെ കാര്യങ്ങൾ. യെറ്റ് ഐ നീഡ് ടു സ്പീക്ക് ബിക്കോസ് ഐ നീഡ് ടു. ഇതൊക്കെയാണ് അവിടെ നടന്നത്. അയാളുടെ കുറേ വൃത്തിയിട്ട കുറെ, ഈ ഭാര്യ വരുന്ന സമയത്ത്, സുനിത കൃഷ്ണൻ വരുന്ന സമയത്ത് അയാൾ എക്സ്ട്രീംലി ഡീസന്റ് ആണ്. പിന്നെ പേയ്മെന്റ് ചോദിക്കുമ്പോൾ എന്താണ് ഇത്രയും അസ്വസ്ഥപ്പെടാൻ കാര്യം? എനിക്ക് അവസാനം വരെ എന്തോ പേയ്മെന്റ് എന്തോ ചിലതൊന്നും ക്ലിയർ അല്ലായിരുന്നു. ആകെ കുറച്ച് രൂപയും കണ്ടു. 80,000 1 lakh കൊണ്ട് 1 lakh പറഞ്ഞിട്ട് പോയി. അതിൽ 80,000 മാത്രമാണ് എനിക്ക് കിട്ടിയത്. ബാക്കി 30 എനിക്ക് തോന്നുന്നു അവർ അതിൽ നിന്ന് തന്നെ എടുത്ത് എന്റെ ഫ്ലൈറ്റും ഒക്കെ. ആ സമയത്ത് ഇവിടെ ഫ്ലഡൊക്കെ വന്നിരിക്കുന്ന സമയമായിരുന്നു, 18, 17 ആ ഒരു ടൈം പീരീഡ്. അപ്പം ഞാൻ ഈ പേയ്മെന്റ് ഒക്കെ തുറന്നു പറയണേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു എന്റെ ഇതെന്ന് എനിക്ക് പറയുന്ന ഒരു ഇതുമില്ല. ഇത് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇവരങ്ങ് ആകെ അസ്വസ്ഥനാണ്. അവസാനം ഞാൻ പറഞ്ഞു, ലാസ്റ്റ് ഡേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപ വെച്ചാലേ ഞാൻ വരുള്ളൂ. നിങ്ങൾ എൻ്റെ കാശിന്റെ ഈ വീതം എനിക്ക് ഇന്ന് കിട്ടണം, എൻ്റെ തൊഴിലിന്റെ വീതം എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ വരില്ല. തരാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അതങ്ങ് ആകെ എന്താണ് ഭയങ്കര ബാഡ് മാർക്കും ഇങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അവളുടെ. നീ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. സുനിത കൃഷ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞതാണ്, ഹൗ ക്യാൻ വി പ്രൊമോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അവർ പറഞ്ഞാണ്, ഹൗ ക്യാൻ വി പ്രൊമോട്ട്? നിങ്ങളുടെ പ്രൊമോഷൻ ആർക്ക് വേണം? ഒരു കലാകാരിക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങളുടെ പ്രൊമോഷൻ ആർക്ക് വേണം? നിങ്ങളുടെ പ്രൊമോഷനിലാണോ എന്റെ ഭാവി ഇരിക്കുന്നത്? നിങ്ങൾ പ്രൊമോഷൻ തരുമെന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയത് കുഞ്ഞിലെ മുതൽ? ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും സുനിതാ കൃഷ്ണനോ ഏതെങ്കിലും രാജേഷ് ടച്ചറിവറോ ഏതെങ്കിലും സിദ്ദിഖിനെയോ അവർ തരുന്ന കാര്യങ്ങൾ നോക്കിയിട്ടല്ല. നിങ്ങൾ ഇനി അടുത്ത് അവരെഴുതിയ കുറെ പോസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കിതിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അത് കാണാനില്ല. എന്താണ് ഇല്ലാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നും കൂടെ ഇടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ അതിനകത്ത് എന്തൊക്കെയോ ഇത് ഇട്ടത് അസിസ്റ്റന്റ് ഡയറക്ടർ ഹേമന്താണ്. ഹേമന്ത് പറഞ്ഞു എനിക്ക് ഹേമന്തിന്റെ അടുത്ത് പ്രണയമാണെന്ന് പറഞ്ഞു. യെസ് ഹേമന്ത്, ഐ ഡബ്ല്യു സോ മച്ച്. ഓക്കെ, എനിക്ക് ഹേമന്തിനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ അയാളെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, അങ്ങനത്തെ വൃത്തിയിട്ടവളാണ് അവളെന്ന് പറഞ്ഞു. ഞാൻ അയാളെ പ്രപ്പോസ് ചെയ്ത് വൃത്തിയിട്ടവളായതാണ്. അബ്യൂസ് ഈസ് ഈക്വൽ ടു പ്രപ്പോസൽ എന്ന് പറഞ്ഞ റേഷ്യോ വെക്കുന്ന ആൾക്കാർ. വാട്ട് ഐ നീഡ് ടു സീ മോർ ബാസ്റ്റേർഡ്സ്. ഹേമന്ത് രമേശിന്റെ പോസ്റ്റിൽ അടുത്ത ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഭക്ഷണം ചോദിച്ചു. മനസ്സിലായില്ലേ? ഭക്ഷണം ചോദിച്ചു. അതായത് ഞാൻ മനുഷ്യനല്ല, ഭക്ഷണം ചോദിക്കാൻ പാടില്ല, ന്യൂ കമ്പർ ആയതുകൊണ്ട് പട്ടിണി കിടക്കണം എന്നുള്ളതാണ് അവർ ചുരുക്കി പറയുന്നത്. ആൻഡ് ബൈ ദ വൈ, ഞാൻ അവിടെ പോയി എൻ്റെ സ്വന്തം കാശിന്, മറ്റേ ആ സിനിമയിൽ പറഞ്ഞു എൻ്റെ സ്വന്തം കാശിന് എന്ന് പറഞ്ഞ പോലെ എൻ്റെ സ്വന്തം കാശിന് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു അവിടെ. ഞാനും അമ്മയും കൂടെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ നിന്ന് പോയി ഭക്ഷണം കഴിക്കുന്നത്. കാര്യം ലിറ്ററലി ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് കേൾക്കുന്ന ആൾക്കാരാണ്. വിശക്കുന്നു, ഭക്ഷണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണവും ഇല്ല. പിന്നെ ആകെ ഒരു കുളമാണ് അവിടെ. പ്ലേറ്റ് കഴുകി വെച്ചേക്കുന്ന പ്ലേറ്റിനകത്ത് അവിടെ എന്തോ പറയാൻ ഡേർട്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇതെന്താ ഇത് ഇങ്ങനെയാണോ ഹൈജീനിക് എന്ന് ചോദിച്ചു. അത് ഭയങ്കര ഇഷ്യൂ ആണ് അവിടെ. ഹൈജീനിക്കോ? ന്യൂ കമ്പർ ഹൈജീനിക്കിനെ പറ്റി സംസാരിക്കുന്നു. എന്തൊക്കെയായിരുന്നു അവിടെ? ന്യൂ കമ്പർ ഹൈജീനിക്കിനെ കുറിച്ച്. ഹൈജീനിക് എന്ന് പറഞ്ഞ ന്യൂ കമ്പറിന് മാത്രമല്ല, നിങ്ങളും വയറിളവി അവിടെ കിടക്കും. മനസ്സിലായോ? അവിടെ എല്ലാവർക്കും കൂടെ വേണ്ടിയായിരുന്നു പറഞ്ഞത്. പക്ഷെ അവർക്ക് ഓക്കെ, ഞാൻ അതിലേക്കായി പോയി. അവർക്ക് ഹൈജീനിക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്തോ പുതിയ എന്തോ കാര്യമായിട്ടാണ് അവർ കേൾക്കുന്നത്. അതങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ
ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടോണ്ടേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒന്നും വിടാൻ പാടില്ലല്ലോ. അതാണ് ഞാൻ ഓരോന്നിങ്ങനെ ആലോചിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്തൊക്കെയാണ് നടക്കുന്നത്. ഭക്ഷണം ഞാൻ പുറത്തു പോയാണ് കഴിച്ചത് കേട്ടോ. ഞാൻ അവിടെ ഭക്ഷണം ആക്ച്വലി എന്നെ ഒരു സെറ്റിൽ വിളിക്കുമ്പോൾ, ഒരു വ്യക്തിനെ, ഒരു ആക്ടറിനെ ഒരു സെറ്റിൽ വിളിക്കുമ്പോൾ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാത്തിന്റെയും കാര്യത്തിൽ കാണിക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. പ്രൊഡക്ഷൻ ടീമിന് വേറെ പിന്നെ എന്താണ് പണി? അപ്പം ഇതൊന്നും ഇല്ലാതെ ഭക്ഷണം ചോദിച്ചു. ഇനിയിപ്പം ഞാൻ ഭക്ഷണം ചോദിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഭക്ഷണം ചോദിച്ചു എന്ന് തന്നെ ഇല്ല. അതിനെവിടെയാണ് തെറ്റ്? ഞാൻ പാതിരാത്രി പൊറോട്ട ചോദിച്ചത്. ഞാൻ പൊറോട്ട അങ്ങനെ അധികം കഴിക്കാറില്ല. കൂടുതലും ബിരിയാണി ചോദിച്ചു എന്നെങ്കിലും പറഞ്ഞെങ്കിൽ എൻ്റെ ആ ഒരു റേഞ്ച് ഞാൻ നിലനിർത്തിയേനെ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ നിങ്ങൾ, റേഞ്ച് എന്നല്ല, എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറഞ്ഞതെങ്കിലും എനിക്ക് മനസ്സിലായേനെ. ഓക്കെ, ഞാൻ പാതിരാത്രി ഞാൻ പൊറോട്ട ചോദിക്കൂല, എന്നെ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഏതൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആ ഒഡീസ ഫുള്ള് അലഞ്ഞു എന്നാണ് പറയുന്നത്. 1 മണിക്കൂറിൽ അവൻ അവിടെ മുഴുവൻ കറങ്ങി. അവൻ ഏത് വണ്ടിയിലാണ് കറങ്ങിയെന്ന് എനിക്കറിയണം. ഇതാണ് അടിസ്ഥാനരഹിതം. അല്ലാതെ നിങ്ങൾ മറ്റേ മീഡിയ വണ്ടിനകത്ത് വന്ന ന്യൂസ് അവർക്ക് മെയിൽ അയച്ചിട്ട് അതാണ് അടിസ്ഥാനരഹിതം എന്ന് പറയരുത്. നിങ്ങളുടെ പോസ്റ്റ് എടുത്ത് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഉഡായിപ്പാണ് എന്ത്? അടിസ്ഥാനരഹിതം. അടിസ്ഥാനരഹിതത്തിന്റെ ഡെഫിനിഷൻ ഇന്ന് മുതൽ ഇതാക്കി. ഞാൻ അടുത്തത് കുറെ ഉണ്ട്, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറെ ഉള്ളത്തരങ്ങള് ആ ഹേമന്ത് രമേശ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഈ പോസ്റ്റ് എടുത്തിട്ട് തിരിച്ച് അവർക്ക് എല്ലാത്തിനും മറുപടി കൊടുത്തിരുന്നു കേട്ടോ. കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് നന്നായിട്ട് ഇവനൊന്നും മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ഈ പോസ്റ്റിന് എടുത്ത് അറുത്ത് മുറിച്ച് ഓരോന്നിനും ഓരോ വാക്കിനും ഞാൻ മറുപടി എഴുതി ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പൊ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഡിലീറ്റും ചെയ്തിട്ട് ഓടി. പിന്നെ എന്തിനു ഡിലീറ്റ് ചെയ്തിട്ട് ഓടി? നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടായിരുന്നല്ലോ. ഇപ്പൊ ഗുണമെങ്കിലും ചെയ്തേനെ. കയ്യിലുണ്ടാവുമല്ലോ, റീപോസ്റ്റ് ചെയ്യൂ. അതെല്ലാവരും കാണേണ്ടതാണ്. എന്റെ കയ്യിലുണ്ട്, ദാ കണ്ടുവിടല്ലേ, റിഫ്ലക്ഷൻ അടിക്കും. ശരി, അടുത്തത് വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്ന, ഞാൻ മറന്നുപോയി. എവിടെയൊക്കെയോ അവൻ കുറെ മാസ് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറെ മാസ് സാധനങ്ങൾ. I requested the producer of the film to provide accommodation so that she can be part of the rehearsals. അയാൾ എന്തോ ചാരിറ്റി ചെയ്യുന്ന പോലെയാണ് അയാൾ പറയുന്നത്. ഇത് രാജേഷിന്റെ പോസ്റ്ററിൽ വന്നാണെന്ന് തോന്നുന്നു. അയാൾ റിക്വസ്റ്റ് ചെയ്തു പ്രൊഡ്യൂസറിന്റെ അടുത്ത്, ആ കുട്ടിക്ക് ഒന്നൊരു സ്പേസ് ഒന്ന് കൊടുക്കണം കേട്ടോ എന്ന്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് സിനിമയുടെ ഭാഗം. നിങ്ങൾ എന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അക്കോമഡേഷനും എൻ്റെ എല്ലാ ബേസിക് സാധനങ്ങളും നോക്കുക എന്നുള്ളത് പ്രൊഡക്ഷന്റെ അവർ ചെയ്യേണ്ട കാര്യമാണ്. മാൻഡറ്ററി, ഇറസ്പെക്റ്റീവ് ഓഫ് അവർ എത്ര സിനിമയിൽ അഭിനയിച്ചു, എത്ര സിനിമയിൽ അഭിനയിച്ചില്ല, ന്യൂ കമ്മർ, മറ്റേത് മറിച്ചത്, അത് ചെയ്യേണ്ട കാര്യമാണത്. അത് ചെയ്യാതെ കുറെ ഊള ഡയലോഗ് ഒന്നും അടിച്ചിട്ട് കാര്യമില്ല. ഭയങ്കര വേർതിരിവാണ്. 3 സിനിമയിൽ അഭിനയിച്ചവർക്ക് പ്രത്യേക ഒരു അക്കോമഡേഷനും 1 സിനിമയിൽ അഭിനയിച്ചവർക്ക് വേറെ. എന്താണിത്? ഇതെന്തോന്നാണ്? ഇത് എവിടത്തെ ഡെമോക്രാറ്റിക് സാധനമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളൊക്കെ മറ്റേ നിങ്ങൾ ആദ്യത്തെ സിനിമയൊക്കെ സെക്ഷൽ ഹറാസ്മെന്റിന്, സെക്ഷൽ ട്രാഫിക്കിനെതിരെയുള്ള പടമല്ലേ, നാ ബംഗാരു തല്ലിയൊക്കെ. ഇതൊക്കെ തലയിൽ വെച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ആർട്ട് എടുക്കുന്നത്? ആർട്ടിന് തന്നെ നാണം വരൂലേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ? അല്ലല്ല, ഈ മീറ്റൂന്റെ പോസ്റ്റ് ഞാൻ ഇയാൾക്കെതിരെ ഇട്ട സമയത്ത് ഇഷ്ടംപോലെ പെൺകുട്ടികൾ, ഐ തിങ്ക് ഫ്രം ഹൈദരാബാദ് ആ സൈഡിലുള്ള കുട്ടികളാണ്, നോട്ട് മലയാളീസ്, അവർക്കൊക്കെ ഇഷ്ടംപോലെ പറയാനുണ്ട് ഇയാളെ കുറിച്ച്. ദേ ഷെയർഡ് ആൻഡ് ഒത്തിരി മെസ്സേജുകൾ ലൈക്ക് ഇത് എക്സ്പെക്ട് ചെയ്ത ഒരു സംഭവമാണ്, മോർ യെറ്റ് ടു കം എന്നാണ് ആ പെൺകുട്ടികൾ പറഞ്ഞത്. അതൊക്കെ ഇപ്പോഴും ഫേസ്ബുക്കിനകത്ത് കിടപ്പുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് പരിശോധിക്കണം ഈ അടിസ്ഥാന രഹിതമാണെന്നൊക്കെ പറയുമ്പോൾ കേട്ടോ. പിന്നെ ആരാ? പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാം. സഞ്ജു ശിവറാം, സഞ്ജു ഒരു ദിവസം വോയിസ് റേസ് ചെയ്തിരുന്നു. ഓക്കെ, അയാൾക്ക് ടിക്കറ്റിന്റെ കാര്യങ്ങളെന്തോ എന്തോ ഒരു, എനിക്ക് പ്രോപ്പർ ആയിട്ട് അറിയില്ല, ബട്ട് സംതിങ് ബേസ്ഡ് ഓൺ ടിക്കറ്റ്, അതാണ് എയർ ടിക്കറ്റ് ബേസ് ചെയ്ത് എന്തോ ആണെന്ന് തോന്നുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വോയിസ് റേസ് ചെയ്ത് ഹി സെഡ് സംതിങ്. അതേ സാധനം, ആ ഒരു ഡിസ്പാരിറ്റി നോക്കണം. അതേ സാധനം എൻ്റെ അടിസ്ഥാന, അതും അവകാശത്തിന്റെ ഭാഗമാണ്. എൻ്റെ അവകാശത്തിനെതിരെ ഞാൻ വാ തുറന്നപ്പോൾ അവിടെ അതൊരു പ്രശ്നവൽക്കരണവും, അയാൾ വാ തുറന്നപ്പോൾ പ്രശ്നമല്ലാതാകുകയും. സഞ്ജു ഒക്കെ പിന്നെ എനിക്കൊന്നും പറയാനില്ല, കണ്ണടക്കയിൽ ക്ലോസിങ് ഐസ്, ലൈക്ക് പുട്ടിങ് എ സെൻസർഷിപ്പ് ഇൻ യുവർ ഐസ്. അവിടെ ഒരാൾ പോലും ഇല്ല, ഒരെണ്ണം പോലും ആ ടീമിൽ ഒന്നുമില്ല. ഇപ്പോൾ പുതിയ സിനിമ അത് സൈനൈഡോ അങ്ങനെ എന്തോ ഒരു സിനിമ ഇയാളും സിദ്ദിഖും കൂടെ ഒക്കെ ഒരുമിച്ചൊക്കെ ഉണ്ട്. നല്ല ബെസ്റ്റ് സിനിമയായിരിക്കും, നല്ല ബെസ്റ്റ് പിന്നെ കൊളാബാണ്, അടിപൊളി കൊളാബാണ്, നിങ്ങൾക്ക് പറ്റിയ കൊളാബറേഷനാണത്. സിദ്ദിഖ് പിന്നെ നിങ്ങളുടെ സിനിമയിൽ അടുത്തല്ലേ സിദ്ദിഖ്, ഞാൻ കണ്ടിരുന്നു അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ, വളരെ നല്ലൊരു ടീമാണ്.
പറ്റുന്നവർ തമ്മിലാണ് അങ്ങനെ ചേർന്ന് പോകുന്നത്. ഒരേ വള്ളത്തിലുള്ളവർ സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ ഓക്കെ അപ്പം വേറെ ഒന്നും എനിക്കിപ്പം തൽക്കാലത്തേക്ക് ഇയാളെ കുറിച്ചിട്ട് ഒരു മിനിറ്റ്. ഓക്കെ സോ അതിനുശേഷം എനിക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഇട്ട പോസ്റ്റുമായിട്ട് രാജേഷിന്റെ കാര്യങ്ങൾ എനിക്ക് ഇത്രയൊക്കെ സംസാരിക്കാനുള്ളൂ. വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയാം. വേറെ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, ചില ആൾക്കാരുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു ഇതിനകത്ത്. അഭിൽ ദേവ്, കേരള ഫാഷൻ ലീഗിലെ അഭിൽ ദേവ് മോഡലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹി വാസ് ജസ്റ്റ് എ ഫക്കർ. ഐ ജസ്റ്റ് വോണ്ട് ടു സേ ദാറ്റ് ബിക്കോസ് സ്നേഹം കിട്ടാതെ അളിയുന്ന ഒരു മനുഷ്യനാണ് അയാൾ. എന്താ എന്നോട് സ്നേഹമില്ലാത്തത് രേവതി, എന്താ എന്നോട് സ്നേഹ ദാരിദ്ര്യത്തിൽ നടക്കുന്ന ഒരാളാണ് അയാൾ. There are some women who came forward and personally messaged me about him. അയാളിൽ നിന്ന് നേരിട്ട് എക്സ്പ്ലോയിറ്റേഷൻസ്. സോ മോർ ടു കം. ഓക്കെ അബിൽ, മോർ ടു കം. പിന്നെ അതുപോലെ നന്ദു അശോകനെ കുറിച്ചിട്ട് എനിക്കൊന്ന് പറയണം. ബിക്കോസ് അതാണ് ഇവിടെ വേറെ രീതിയിലൊക്കെ വാർത്തയിൽ ഞാൻ എവിടെയൊക്കെയോ ഞാൻ കണ്ടപ്പോഴും അവരതിനെ പെട്ടെന്ന് CPM-നെതിരെയുള്ള ഒരു ആയുധമാക്കി അവരെടുത്തു. അത് പിന്നെ ജനം TV-ക്കാർക്കൊക്കെ പിന്നെ അതാണല്ലോ പിന്നെ പതിവ്. ഞാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്, നിങ്ങൾ എന്താണ് വാർത്തയിൽ കൊടുക്കുന്നതെന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഓക്കെ പിന്നെ ഈ നന്ദു അശോകൻ എന്ന് പറയുന്ന ആള് ഇവിടെ നെടുങ്കാടിൽ, ട്രിവാൻഡ്രത്ത് നെടുങ്കാടിൽ ഉള്ള ഒരാളാണ്. അയാൾ അവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നെടുങ്കാട് ആണ്, യെസ് നെടുങ്കാട്. അല്ല DYFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗമാണ്. ഇദ്ദേഹം 2017-ലോ 2018-ലോ ആണെന്ന് തോന്നുന്നു. എനിക്ക് 18 ആണോ 17 ആണോ എന്ന് എനിക്ക് ഉറച്ച് പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഇയാൾ എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിരുന്നു. ഇഷ്ടംപോലെ ക്യാരക്ടർ അസാസിനേഷൻസ് ആണെങ്കിലും ലൈംഗിക ചൊവ്വയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര ഭീഷണിപ്പെടുത്തിയിരുന്നു. ഓക്കെ ഭയങ്കര ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇയാളും ഇയാളുടെ ഒരു സുഹൃത്ത് രാജീവ് ഓർ രാജേഷ്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ നെയിം, ബട്ട് രാജീവ് ഓർ രാജേഷ്, ഐ തിങ്ക് ഇറ്റ്സ് രാജീവ് ആർ നായർ, ബട്ട് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് നെയിം. അപ്പം ഇവർ രണ്ടും കൂടി ചേർന്നാണ് എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ഒരു മെസ്സഞ്ചർ വഴി. അത് ഫുള്ള് ഡീൽ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ക്യാരക്ടറും എൻ്റെ പാസ്റ്റ് എന്തായിരുന്നു, പ്രസന്റ് എന്തായിരുന്നു, ഇതാണല്ലോ എപ്പോഴും ഇവർക്ക് ഫോക്കഷനിലുള്ളത്. സ്ത്രീകളെന്ന് പറയുമ്പോഴും ഇവരുടെ ഫോക്കഷനിൽ വരുന്ന ഇതൊക്കെയാണ്. സോ ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള കുറേ ടോക്ക്. അത് ഞാൻ അന്ന് സ്റ്റേഷനിൽ അപ്പം തന്നെ ആ കേസ്, ഞാൻ കൊച്ചിയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അപ്പം തന്നെ ട്രിവാൻഡ്രത്ത് വന്ന് ഞാൻ കൊച്ചിയിലാണ് ആദ്യം ഇത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ഒരാഴ്ചയിലെ ഷൂട്ട് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അവരിവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് നേരെ എൻ്റെ ഏരിയയിൽ വരുന്നത്, ആ സമയത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഏരിയയിൽ വരുന്ന ലോക്കൽ പോലീസ് സ്റ്റേഷൻ പൂന്തുറ പോലീസ് സ്റ്റേഷനാണ്. അപ്പം അവിടെ എനിക്ക് കേസ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവിടെ കേസ് പോവുകയും അവരെന്നെ വിളിക്കുകയും അന്നിരുന്ന SI, ഐ തിങ്ക് ഹി വാസ് വെരി ബ്രില്യൻറ്റ്. ഐ വാസ് സോ കംഫർട്ടബിൾ വിത്ത് ഹിം. ഈ കേസ് ആൾ നല്ല 2 കൊടുത്ത് ക്ഷമാപണം എഴുതി വെച്ച് ഇനി മേലാൽ അയാൾ റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു റിട്ടേൺ സാധനം എഴുതി. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ അയാൾ അന്ന് പുറത്ത് പോകാൻ നിൽക്കുകയായിരുന്നെന്നോ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നോ ഒക്കെ പറഞ്ഞ് ഇയാളുടെ അമ്മ വന്ന് ഒരേ നിലവിളിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എന്ന് പറയുമ്പോൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ളൊരു ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി അതിന്റെ ഒരു കോപ്പി നമ്മൾ വെക്കുകയും അതിന്റെ ഒരു കോപ്പി അവിടെ സ്റ്റേഷനിൽ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ക്ലോസ് ചെയ്ത, ഇനി അയാൾ റിപ്പീറ്റ് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളടുത്ത് തന്നെ വന്ന് പറയുക എന്ന് അവിടെ നിന്ന് പറഞ്ഞു വിട്ട കേസാണിത്. ഡിസ്ക്ലോസ് ചെയ്ത കേസാണ്, ക്ലോസ് ചെയ്ത കേസാണ്. അപ്പം അങ്ങനെ നിന്ന കേസിനെ ഒരു കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് റിപ്പോർട്ടർ ലൈവിൽ വന്ന ഒരു ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഇയാള് കുറെ അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കമന്റ് ബോക്സിലും അല്ലാത്തടത്തും ഒക്കെ വീണ്ടും ടോക്സിസിറ്റി അഴിച്ചുവിടാൻ തുടങ്ങി. അപ്പൊ ഇയാള് വീണ്ടും ടോക്സിസിറ്റി അഴിച്ചുവിടാൻ തുടങ്ങിയ സമയത്ത് അവിടെയാണല്ലോ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടത്. എനിക്ക് സൈബർ ഡോമിൽ പോകണം, എനിക്ക് സൈബർ സെല്ല് വഴി മൂവ് ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷേ എനിക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിന്റ് വന്നത് ഈ കേസ് ഡീൽ ചെയ്തത് അവരായതുകൊണ്ട് ഐ ഷുഡ് ഗോ ദെയർ അല്ലേ, ഐ ഷുഡ് ഗോ ദെയർ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയി ഇയാളെ വരുത്തിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഉള്ള പിന്നെ ആ സമയം ഇരിക്കുന്ന SIയുടെ പേരാണ് ഞാൻ ഇതിനകത്ത് അഡീഷണലി കൊടുത്തിട്ടുള്ള വേറൊരു വ്യക്തി. ആരാ? ബിനു. SI ബിനു ഓർ വിനു, ഐ തിങ്ക് ഇറ്റ്സ് ബിനു.
അത് അവിടെ നിന്നും പോയി. അത് വേറൊരു എന്താ പറയണ, അവിടുന്ന് വേറൊരു ഒരു അയ്യോ എന്താ ഒരു വിക്ടിം ബ്ലെയിമിങ് ഉണ്ടല്ലോ പോകുമ്പോൾ തന്നെ. അയ്യോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാതിരുന്നാ പോരെ എന്ന് പറയുന്ന കുറെ ക്ലീഷേ ഡയലോഗ്സ് ഇയാളെ ഫ്രണ്ടിൽ നിർത്തി, അറ്റാക്കറിന്റെ ഫ്രണ്ടിൽ നിർത്തി, അല്ലെങ്കിൽ അബ്യൂസറിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് വിക്ടിം ബ്ലെയിമിങ്ങും വളരെ രീതിയിൽ എന്താ പറയുക സർവൈവറിനെ നോക്കി ചിരിക്കുക, കമന്റ് ഒക്കെ കഴിഞ്ഞ് ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കുക, രണ്ടുപേരും കൂടെ ചേർന്ന് ചിരിക്കുക. അപ്പൊ ഫോർ 1 minute ഐ വാസ് ലൈക്ക് ഇതിൽ ആരാ അബ്യൂസർ എന്നുള്ളൊരു സെൻസിലേക്ക് എത്തിപ്പോയി. അതിന് ദ ഹോൾ സീൻ വാസ് ഫെൽ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇയാള് വായിക്കുന്നു, എന്നിട്ട് ഒന്നും ഇയാൾ പറയുന്നില്ല. അപ്പൊ എനിക്കറിയാം ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇത് മൂവി ഇല്ലാന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ സർക്കിളിന്റെ അടുത്ത് പോയി ഇയാളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു. ഇതാണോ ഇവിടത്തെ ഇങ്ങനെയാണോ വിക്ടിമിന്റെ അടുത്ത് പെരുമാറേണ്ടത്, വെരി വെരി ഷെയിം എന്ന് ഞാൻ അയാളുടെ മുഖത്ത് നോക്കി സംസാരിച്ചു. അയാൾ ഒരൊറ്റ അക്ഷരം പറഞ്ഞില്ല. അയാൾ പറഞ്ഞു ഞാൻ അയാളോട് പറയാം, ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നേരിടില്ല, വടവ് പറയുക എന്നുള്ളത് എൻ്റെ റൈറ്റ്സ് ആണ്. അതുകൊണ്ട് ഞാൻ അല്ലാതെ അവരെന്ത് നടപടി എടുത്തെന്നുള്ളതൊക്കെ നമുക്ക് ഊഹിച്ചു നോക്കാമല്ലോ എന്താണ് അവിടെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കേസ് അവിടെ തന്നെ ഉണ്ട്, FIR ഫയൽ ചെയ്തിരുന്നു അന്ന്. അവിടെ നിന്ന് ഇറങ്ങി നേരെ സൈബർ ഡോമിലേക്ക് പോയി. സൈബർ ഡോമിലേക്ക് പോയി. ആ കേസ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് സൈബർ ഡോമിൽ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഇത് പറയേണ്ട ആവശ്യം വളരെയായിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ബിക്കോസ് പലയിടത്തും ഞാനത് വേറെ രീതിയിലൊക്കെ വായിക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ, ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഇതുപോലുള്ള അബ്യൂസസ് പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, DYFI പോലുള്ള ഇത്രയും മഹത്തായ ഒരു ബേസിൽ നിന്നിട്ട് ഇതുപോലുള്ള അബ്യൂസസിന് വേണ്ടിയുള്ള ഒരു സ്പേസ് അല്ല അത്. ഇപ്പൊ നെടുങ്കാട് യൂണിറ്റ് കമ്മിറ്റിയിലുള്ള നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആ സ്പേസിൽ യോഗ്യനല്ല, ബിക്കോസ് യു ആർ ആൻ അബ്യൂസർ. ഓക്കെ, അത് DYFIക്ക് തന്നെ മാനക്കേടായിട്ടുള്ളൊരു സംഭവമാണ്. ഇതുപോലുള്ള ആരും ഈ സ്പേസിൽ നിൽക്കേണ്ടവരല്ല. ഞാൻ പറഞ്ഞത് ആ സ്പേസിനല്ല പറഞ്ഞത്. ഐ റിപ്പീറ്റ്, ഞാൻ പറഞ്ഞത് ആ സ്പേസിനല്ല. ഞാൻ പറഞ്ഞ ആ അബ്യൂസറിനെയാണ്, ആ ക്രിമിനലിനെയാണ് ഞാൻ പറഞ്ഞത്. ഹിസ് നെയിം ഇസ് നന്ദു അശോകൻ. ഓക്കെ, ആൻഡ് വേറെ ഏതൊരെണ്ണം പറയണം എന്ന് വിചാരിച്ചു. വേറെ സബ് ഇൻസ്പെക്ടർ ബിനുവിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇതുമായി ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഒരുപോലെയാണ്. സിദ്ദിഖിന്റെ കേസൊക്കെ ഞാൻ ഓൾറെഡി ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ മോർ. ചില ക്ലാരിഫിക്കേഷൻ ഇതിലൊക്കെ മാത്രമേ എനിക്ക് തരേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അതൊരു വളരെ സ്മഡ്ജ് ചെയ്ത ഒരു പരുവത്തിൽ കിടക്കുന്ന മാതിരി തോന്നും. സോ ഐ വോണ്ട് ടു കം ആൻഡ് ക്ലിയർ സർട്ടൻ തിങ്സ് ബിക്കോസ് ഐ ഡോണ്ട് ഫിയർ. I am not a person like that. And Maxwell Jose ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്. when I was a teen ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. പല തരത്തിലുള്ള അബ്യൂസുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. പക്ഷെ ചിലർക്ക് അതിനകത്ത് സെക്ഷൽ അബ്യൂസ് മാത്രം സെൻറ്റേർഡ് ആയിട്ട് അതിനെക്കുറിച്ച് അറിയാനും എന്തുമാത്രം മെസ്സേജാണ് ഇതിനകത്ത്. എന്താ ചെയ്തേ, എങ്ങനെയാ ചെയ്തത്, എന്താ അവിടെ നടന്നത്, ഇങ്ങനെയാണോ അങ്ങനെയാണോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇതൊക്കെ എന്തൊരു രീതിയാണ്, ഇതൊക്കെ എന്തൊരു അപ്രോച്ചാണ് ഇതെല്ലാം. ഒരു സർവൈവർ വന്ന് നിങ്ങളെന്താ ഇന്ന് പറയാത്ത എന്നൊക്കെ കേൾക്കുന്ന ആൾക്കാർ ആദ്യം ചിന്തിക്കേണ്ടത് ഈ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണോ ഒരാൾ ധൈര്യമായിട്ട് പറയാം. എങ്ങനെയാണ് ഒരു സർവൈവറിന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിൽ? ഐ പേഴ്സണലി ഡോണ്ട് ഗീവ് എ ഫക്ക്. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്പേസിൽ പലരും പല അവസ്ഥകളിൽ വരുന്ന സർവൈവേഴ്സ് ആയിരിക്കും. പലരും പല അവസ്ഥകളിലും പല സോഷ്യൽ പ്രഷേഴ്സിലും പല ഫാമിലി പ്രഷേഴ്സിൽ നിന്നും വരുന്ന ആൾക്കാരായിരിക്കും പല സ്ത്രീകളും. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അപ്രോച്ച്, ഒരു സോഷ്യൽ മൊറാസ് ഇവിടെ ഉള്ളപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു അബ്യൂസിന്, എങ്ങനെയാണ് ഒരു സർവൈവറിന് തുറന്നു പറയാൻ പറ്റുക? ഞാൻ ഈ അബ്യൂസിൽ പെട്ടിട്ടുണ്ട്, എനിക്കിതാണ് പറ്റിയത്, എങ്ങനെയാണ് തുറന്നു പറയാൻ പറ്റുക? എവിടെയാണ് അങ്ങനത്തെ അന്തരീക്ഷം ഉള്ളത്? നേരത്തെ പറഞ്ഞ നീയൊക്കെ എന്താണ് ചെയ്യുന്നത്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. അന്ന് പറഞ്ഞുകൂടെ, ഇന്ന് പറഞ്ഞുകൂടെ? ഒരു സർവൈവറിന്റെ ചോയ്സ് ആണ് അവരെപ്പോ എങ്ങനെ സംസാരിക്കണം, ഏത് മീഡിയം വഴി സംസാരിക്കണം, അവർ പറയണോ വേണ്ടയോ, ഏത് സുഹൃത്തിനോട് ഷെയർ ചെയ്യണം, അവരെന്ത് ചെയ്യണം, അതിനകത്ത് കേസിന് പോണോ വേണ്ട, ഇതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ്. അവരുടെ മെന്റൽ, ഇമോഷണൽ എല്ലാ കാര്യങ്ങളുടെയും ഒരു മിക്സ്ചറിൽ അവർ എടുക്കുന്ന സൈക്കോളജിക്കൽ. ഐ കൺസൾട്ടഡ് എ ലോട്ട് ഫോർ ദിസ്. അതിനൊക്കെ ഓരോരോ ഓർഗാനിക്കലി ഉണ്ടായി വരുന്ന ഒരു ടൈമുണ്ട്. അതൊന്നും പുറത്തിരുന്ന് ജഡ്ജ് ചെയ്യുന്ന നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല.
അറ്റൻഷൻ സീക്കിങ്, പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അറ്റൻഷൻ സീക്കിങ്, ഫേമസ് ആവാമല്ലോ. ഇതിൽ എന്താണ് ഫേമസ് ആവാനിരിക്കുന്നത്? എനിക്കത് ഇതുവരെയ്ക്കും മനസ്സിലാവാത്തൊരു ചോദ്യമാണ്. കുറേ എണ്ണം ചോദിക്കുന്ന ചോദ്യമാണ്, ഫേമസ് ആയല്ലോ, ഫേമസ് ആയല്ലോ. ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ ഇതുവരെയ്ക്കും ഫേമസ് ആയില്ലല്ലോ. കുറേ നാളായി ഫേമസ് ആയല്ലോ, ഫേമസ് ആയി. എന്ത് ഫേമസ് ആണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പം ഞാൻ ഫേമസ് ആയി തന്നെ ഇരിക്കട്ടെ, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാനല്ലേ ഫേമസ് ആവുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫേമസ് ആയിക്കോ, നിങ്ങൾ ഫേമസ് ആവൂ, ഞാനും ഫേമസ് ആകട്ടെ. എന്റെ ഫേമസിൽ എന്തിനാണ് നിങ്ങൾ ഇത്രയും വ്യാകുല ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറെയൊക്കെ ഭയങ്കര എന്താ പറയാ, എക്സ്ട്രീംലി ടോക്സിക് ആണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഒരു സർവൈവറിന്റെ അടുത്ത്, നിങ്ങൾ ആരും ഇങ്ങനെയൊന്നും അല്ല. പിന്നെ ഐ മീൻ ഈ പറയുന്ന ബുള്ളീസ്, എസ്പെഷ്യലി ദീസ് സൈബർ ബുള്ളീസ്, ഇതൊന്നും അല്ല. ദിസ് ഇസ് നോട്ട് എ സ്പേസ്. അങ്ങനെയാണോ നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഒരു സ്പേസ്? സമൂഹത്തിൽ സാമൂഹിക ജീവികൾ എന്നുള്ള നിലയിൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ ജീവിക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനെയാണോ സഹജീവികളോട് പെരുമാറേണ്ടത്? ഇതിന്റെ താഴെയും കുറെ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ. എന്താ അന്ന്, എന്താ ഇന്ന്? അന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്തു തരാൻ പോകുന്നത് എനിക്ക്? അത് നീ ആദ്യം പറ, കേക്കട്ടെ. അന്ന് പറഞ്ഞാലും നീയൊക്കെ ഇതേ പറയൂ. എനിക്ക് തോന്നുന്ന സമയത്ത് പറയും. ചിലപ്പോൾ ഞാൻ ഒരു 35 വർഷം കഴിഞ്ഞിട്ട് പറയും. മരിക്കുന്നതിൻ്റെ അവസാനത്തെ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞിട്ട് മരിക്കും. എന്താണ് നീയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ ഒരു സർവൈവർ സെന്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. സർവൈവർ സെന്റേർഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഇവിടെ വേണം. സർവൈവർ സെന്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഇവിടെ വേണം. സർവൈവർ ആണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. അല്ലാതെ ഇവിടെ കിടക്കുന്ന മറ്റുള്ള ആൾക്കാർ, ആ കോണ്ടെക്സ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരാണ് വന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ഈ പിന്നെ രാജേഷും ഇത് തന്നെയാണ്. പിന്നെ രാജേഷിന്റെ കൂടെ നിന്നവരൊക്കെ ജയ് 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 എന്ന് വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത, അങ്ങനെ നടന്നിട്ടില്ല. അതെന്ത് നടക്കാത്തതെന്ന് ഇവരാണ് തീരുമാനിക്കുന്നത്. ഒരു പർട്ടിക്കുലർ അവസ്ഥയിൽ ഞാനും അല്ലെങ്കിൽ അയാളും മാത്രമുള്ള ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അയാള് അബ്യൂസ് ചെയ്ത ഒരു അവസ്ഥയിൽ ഇവരാരും ഇല്ല. ആ സമയത്ത് സുനിതയുണ്ടോ? ഇല്ല. ഹേമന്ത് രമേശ് ഉണ്ടോ? ഇല്ല. മനോജുണ്ടോ? രാജീവ് നായർ ഉണ്ടോ? ആരുമില്ല. ഇയാള് എന്തെന്നെ ചെയ്തു, ഇയാൾ എന്തെന്നോട് പറഞ്ഞു എന്നുള്ളത് ബീങ് എ സർവൈവർ എനിക്കാണ് അറിയാന്നുള്ളത്. അയാൾ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. അപ്പം ഇവരൊക്കെ ചെയ്യുന്ന ജഡ്ജ്മെന്റ് ആണ്. ഇവരൊക്കെ ചെയ്യുന്ന ആ അവസ്ഥയിൽ ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇതിനകത്ത് കുറെ എണ്ണം വന്നിട്ട് കിടന്നു കൊടുത്തിട്ട് നീ അന്ന് സുഖിച്ചിട്ട് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് സുഖിക്കണമെങ്കിലൊക്കെ എനിക്ക് പല കാര്യങ്ങളും അറിയാം. എന്റെ സുഖമൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ സുഖം എടുക്കും, സുഖം ഇല്ലാതിരിക്കും. അതിന് നിനക്കൊക്കെ എന്താണ് പ്രശ്നം? നിങ്ങളൊക്കെ വന്ന് പിന്നെ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? നിങ്ങളെല്ലാം ആ റൂമിനകത്ത് അവിടെ ഇരുന്ന് മറ്റേ പിന്നെ പാമ്പും കോലുവാത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നോബഡി വാസ് ദെയർ. ഒരാൾ ഇവിടെ പബ്ലിക്കലി ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ, ഒരു സർവൈവർ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു അന്തരീക്ഷം, അവർക്ക് ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവര് വോയിസ് റേസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൃത്തിയേട്ടന്മാരെ പിന്നെ വളർന്നു കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം ബ്രേക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ബീങ് എ സിറ്റിസൺ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഇവിടെ നടത്താൻ പാടില്ല. കാര്യം എന്താണ്? നിങ്ങളെല്ലാം അതിന്റെ ഈ പറയുന്ന ബുള്ളീസും ഇതിനകത്ത് വന്ന് പറയുന്ന എല്ലാവന്മാരും ഇതിന്റെയൊക്കെ റിഫ്ലക്ഷൻസ് ആണ്. അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞോ അറിയാതൊക്കെ നീയൊക്കെ ഇതിന്റെയൊക്കെ റിഫ്ലക്ഷൻസ് ആണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളെയൊന്നും ആ ഒരു മൈൻഡിൽ ക്യാച്ച് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റ് ആണ്. പിന്നെന്താ, കേസ് കൊടുത്തില്ലേ? കേസ് കൊടുക്കോ? പിന്നെ അടുത്ത കേസിന്റെ ഒരു ലീഗലി എന്തുകൊണ്ട് നിങ്ങൾ നേരിട്ടില്ല? ലീഗലി നേരിടാൻ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ആരെങ്കിലും എടുത്ത് വെച്ചേക്കുന്നോ നീതി? നിങ്ങളാണോ അവിടെ നീതി തരാൻ ഇരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും അവിടെ ഇരിക്കുന്ന പിന്നെ നീതി എടുത്ത് വെച്ചിട്ട് 1 കിലോ നീതി എന്നാ പിടിച്ചോ, എന്നാ ഇപ്പൊ തന്നെ എഴുതി അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അത്രയും കൺവീനിയന്റ് ആയിട്ടുള്ള ഏതെങ്കിലും പേഴ്സൺ അവിടെ ഇരിക്കുന്നോ നീതി തരാൻ? അവിടെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? 24 hours ഇവിടെ നിയമപരമായിട്ട് ഇറങ്ങിക്കയറുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ അടുത്താണ് നിങ്ങൾ. ഇവിടെ പല സ്ത്രീകളും അത് തന്നെയാണ്. ഇവിടെ എന്താണ് ഇവിടുത്തെ ലീഗൽ ഫെയിലൂരിറ്റി ഒക്കെ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടുത്തെ നടക്കുന്ന കേസുകൾ മാത്രം എടുത്ത് പഠിച്ചാൽ മതി, എടുത്ത് വായിച്ചാൽ മതി. മിനിമം എടുക്കുന്ന ഡ്യൂറേഷൻ എന്താണെന്നറിയോ? ഒരു ഹറാസ്മെന്റിൽ അണ്ടർഗോ ചെയ്തിട്ടാണ് നമ്മൾ ലീഗലി നമുക്കൊരു നീതി കിട്ടാൻ വേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുന്നത്. ആ സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുമ്പം അവിടെ എടുക്കുന്ന ഡ്യൂറേഷൻ അപാരം. ആ ഡ്യൂറേഷന്റെ ഇടയിൽ ഓരോ മിനിറ്റുമാണ് നമ്മൾ വീണ്ടും ട്രോമ ഇത് ഇറ്റ്സ് റിപ്പീറ്റിംഗ് പ്രോസസ്സാണിത്. ഒരു ഹറാസ്മെന്റിൽ നിന്ന് നമ്മൾ നീതിക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ വീണ്ടും ഡബിൾ ട്രിപ്പിൾ ഹറാസ്ഡ് ആവുകയാണ്. ആ റിയാലിറ്റി നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. ആൻഡ് ഓരോരുത്തരുടെ മെന്റൽ സ്റ്റാറ്റസ് ഓരോ രീതിയാണ്.
ഓരോരുത്തരുടെ ഇമോഷണൽ സ്റ്റാറ്റസ് ഓരോ രീതിയാണ്, ഓരോ മനുഷ്യരും ഓരോരോ രീതിയാണ്, ഓരോരോ തരത്തിലുള്ള അബ്യൂസുകളുണ്ട്. അബ്യൂസ് എന്ന് വെച്ചാൽ ഈ സെക്ഷുവൽ അബ്യൂസ് മാത്രമല്ല ഇവിടെ ഉള്ളത്. മിനിമം നിങ്ങൾക്ക് അത് പഠിച്ചിട്ടെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വിളമ്പാൻ തയ്യാറാവണം. അതുപോലെ വേറെ എന്താ തലയിൽ വന്നത്? കുറെ പേര് പറയുന്നുണ്ട് ഇതൊരു ജാഥയ്ക്ക് പോവാനുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരു വലിയ ബുക്ക് വേണമല്ലോ, ഡിക്ഷണറി വേണമല്ലോ, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വേണമല്ലോ, ഇനിയും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇനിയും കുറെയൊക്കെ ഉണ്ടാവും. ഇതെന്തോ ഇത്രയും ആൾക്കാര്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നേ? ഞാനിപ്പോ പറഞ്ഞപ്പോഴാണോ നിങ്ങളൊക്കെ അറിയുന്നത് ഇവിടെ ഇത്രയും അബ്യൂസ് നടക്കുന്നുണ്ടെന്ന്? ഭയങ്കര മോശമാണ് കേട്ടോ അതെല്ലാം. കാര്യം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ അമേസ്ഡ് ആയി പോയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇതാണ്. അതായത് ഞാൻ പറഞ്ഞപ്പോഴാണോ ഇവരൊക്കെ അറിയുന്നത് ഇവിടെ ഇത്രയും മാത്രം ഹറാസ്മെന്റുകൾ നടക്കുന്നുണ്ടെന്ന്, ഇത്രയും അബ്യൂസുകൾ നടക്കുന്നുണ്ടെന്ന്? ഓരോ മിനിറ്റും, ഒരു ദിവസം ഓരോ മിനിറ്റും സ്ത്രീകള് അണ്ടർഗോ ചെയ്യുന്ന അബ്യൂസ് എല്ലായിടത്തും, ഇൻ പ്രൊഫഷണൽ വർക്ക് സ്പേസ്, ഐ മീൻ എവ്രിവെയർ, ഈവൻ ഇൻ അവർ ഹോം, ഇൻ അവർ റിലേഷൻഷിപ്സ്, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്സോ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്സ്, എല്ലായിടത്തും വി ആർ അണ്ടർഗോയിങ് എ ലോട്ട്. ശരിയാണ്, ഒരു ബുക്കും കിട്ടിയാൽ പറ്റില്ല, ഇഷ്ടംപോലെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ബുക്സ് കിട്ടണം. അതിലെഴുതിയാൽ പോലും തീരില്ല, അതിലെഴുതിയാൽ പോലും ഈ കഥകൾ തീരില്ല. മനസ്സിലായോ? അതിലെഴുതിയാൽ പോലും ഇതൊന്നും തീരാൻ പോകുന്നില്ല. ജാഥ അല്ല, അതിന്റെ അപ്പുറത്തേക്ക് ആൾക്കാരുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര ആൾക്കാരുണ്ട്. ഈ പറയുന്നവരുടെ ഉള്ളിൽ ഒരു അബ്യൂസസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളെ വാക്കുകളൊക്കെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. രണ്ടായിരത്തി 17-18 നടന്ന കാര്യങ്ങൾ അന്ന് എന്താ പറയാഞ്ഞത്? അന്ന് എനിക്ക് പറയാൻ സൗകര്യമില്ലായിരുന്നു. ഇന്ന് എനിക്ക് പറയാൻ സൗകര്യം തോന്നി. ഇന്ന് പറയാൻ എനിക്ക് തോന്നി, അന്ന് എനിക്ക് തോന്നിയില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായോ? അത് നിങ്ങൾ എന്തിനത് ചോദിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അന്ന് പറഞ്ഞ വിഷ്ണു സത്യ എന്ത് ചെയ്യും, വിഷ്ണു സത്യ എന്നെ അങ്ങ് വന്ന് ആടിപ്പോളി എന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കും, ഇല്ലല്ലോ. അന്നും നിങ്ങൾ ഇതൊക്കെ പറയും. നിങ്ങൾ ചോദിക്കും നടന്നതിന്റെ അടുത്ത മിനിറ്റ് എന്താ പറയാത്തെന്നോ ചോദിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങൾ. 8:25 നടന്നെങ്കിൽ 8:26 എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ ചോദിക്കും. രാഹുൽ ബെസ്റ്റ് കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് കേട്ടില്ല ആ സമയത്ത്. രാഹുലിനൊക്കെ അറിയാം. രാഹുലൊക്കെ പിന്നെ ഇതൊക്കെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്തൊരു വ്യക്തിയാണ്. യു നോ ഇറ്റ്, റൈറ്റ്? ഈവൻ വെൻ ഇറ്റ് കംസ് ടു കേസസ്, ലീഗൽ കേസസ് ആൻഡ് എവറിത്തിങ്. യാ. ആരെങ്കിലും മെസ്സേജ് പോകുന്നു, എനിക്ക് ചൂടെടുക്കാം. Ramesh Rebel, you are the truth. Thanks. And ഇന്നലെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇന്നലെ വേറെ ഇതൊരു ഒരു സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചിട്ട് ഒരുത്തൻ കമന്റ് ബോക്സിൽ കിടന്ന് കളിക്കുന്നുണ്ടു. ഞാൻ ആരും അബ്യൂസ് ചെയ്തെന്ന്, ഞാൻ ആരുടെ നഗ്ന വീഡിയോ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത മലയാളമൊക്കെ അവന് വായിക്കാൻ പറ്റുന്നുണ്ട്. ഏവനാണെങ്കിലും ശരി, നിനക്കൊക്കെ എന്തെങ്കിലും എൻ്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും, നമുക്ക് അവിടെ കാണാം. മനസ്സിലായി? അല്ലാതെ പേഴ്സണലി കമന്റ് ബോക്സിനകത്ത് വന്ന് എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആരെയോ അബ്യൂസ് ചെയ്തെന്നു. ഞാനിപ്പോ അറിഞ്ഞ നന്നായി. ഞാൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്, അല്ലേ? അത് നിയമത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരണം. നിയമം എന്താ അപ്പൊ കേസ് കൊടുക്കാത്ത, എന്താ ഇപ്പൊ കേസ് കൊടുക്കാത്ത എന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങളൊക്കെ ആദ്യം അത് ചെയ്യും, ആദ്യം വേഗം പോയി ചെയ്യും. എന്റെ പേരിൽ ഒരു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം വേഗം. അതുപോലെ എനിക്ക് ഒരാളെയും കൂടെ പറയാനുണ്ട്. ഇതിനകത്ത് എഴുതിയ ഒരാളാണ് മാക്സ്വെൽ ജോസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ ആണെന്നുള്ളത്. അയാള് എന്നെ വെച്ചിട്ട് സൗണ്ട്സ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം പണ്ട് വെനവസറ്റീൻ എടുത്ത സമയത്ത് അതിനകത്ത് എന്താ ഒരു ഫെസ്റ്റിന് വിടുന്നു എന്നുള്ള രീതിയിൽ അത് യൂട്യൂബിൽ ഇടില്ല എന്നുള്ള ഒരു അഗ്രിമെന്റിന്റെ പുറത്ത്, അല്ലെങ്കിൽ യൂട്യൂബിൽ വിടില്ല എന്നുള്ള ഒരു പ്രോമിസിംഗിന്റെ പുറത്താണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ നേരെ ഐ വെന്റ് ബാക്ക് ടു അബ്രോഡ് ഫോർ ഡൂയിങ് മൈ സ്റ്റഡീസ് ആൻഡ് എവറിത്തിങ്. ഐ വാസ് ദെയർ ഫോർ 4 to 5 years ഇൻ ബീജിംഗ്. അപ്പം
ഞാൻ അവിടെയാണ്. എനിക്കിവിടെ കേസുകളും കാര്യങ്ങളൊന്നും അറിയില്ല. പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കേസ് ഫോളോ അപ്പ് ചെയ്യാനോ നടക്കുന്ന കാര്യമില്ല. അന്ന് എനിക്ക് എത്ര വയസ്സുണ്ട്? 18, ഒരു ടീൻ, അത്രേ ഉള്ളൂ. ഇപ്പം ഇത് അതിനെ പറഞ്ഞ രീതിയിലുമല്ല അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് വന്നത്. എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അത് എന്നെ ചെറുതായിട്ടൊന്ന് ബാധിക്കാൻ തുടങ്ങി. പക്ഷെ ഫെസ്റ്റിന് വിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞത് കുറച്ച് നാൾ അങ്ങനെയെങ്കിൽ പോയിരുന്നു. കുറച്ച് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അറിയുന്നുണ്ട് അത് യൂട്യൂബിനകത്ത് ഇട്ടിരിക്കുകയാണ്. അത് അറിയിപ്പിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ അറിയിപ്പിക്കുന്നത്. ആ സുഹൃത്ത് ഒരു മിനിറ്റ് അമ്മ, കുറച്ച് സൈലന്റ് ആയിട്ടിരി, എനിക്ക് വോയിസ് ഡിസ്റ്റർബ് ആവും. ഓക്കെ, അപ്പം എന്തായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് വോയിസ് കിട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞത്. അപ്പം അയാള് ഇത്രയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ച് പറയുന്നത് ദാറ്റ് അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ തന്നെ യൂട്യൂബിൽ കയറിയിട്ട് അങ്ങനെ കിടപ്പുണ്ടോ, അതെങ്ങനെ, അത് പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും, പല രീതിയിൽ എന്നെ ഇൻസൾട്ട് ചെയ്യും തരത്തിലുള്ള രീതിയിൽ അത് ഇങ്ങനെ സർക്കുലേറ്റ് ആവുന്നുണ്ട് ആ സാധനം, ആ ഒരു പർട്ടിക്കുലർ വീഡിയോ. അപ്പം എൻ്റെ സ്കൂളിൽ പഠിച്ച പിള്ളേർ വരെ അതിനെ ചൊല്ലി വളരെ എന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്തൊക്കെ സംസാരിക്കുന്ന, എനിക്ക് അങ്ങനെയൊക്കെ കുറേ ട്രോമകളുണ്ട് ആലോചിക്കുമ്പോൾ തന്നെ. ഐ വാസ് സോ സ്കേർഡ് ആ സമയത്ത്. അവിടെ നിന്നിട്ട് എനിക്ക് ഈവൻ ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് ഇൻ ടു ലീഗൽ കേസ്. പക്ഷേ എനിക്കത് ഞാൻ തന്നെ ഇവിടെ വരണമായിരുന്നു. കമ്മീഷണറുടെ അടുത്തൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ തന്നെ ഇവിടെ വരണം. ഐ സ്പോക്ക് വിത്ത് കമ്മീഷണർ. എല്ലാവരും പറഞ്ഞത് ഇവിടെ വന്നാലേ കേസ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, അല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞത്. സോ ഞാൻ അയാളോട് വിളിച്ചിട്ട് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു പ്രോമിസിന്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്, ഒരു അഗ്രിമെന്റ്, ഒരു സർട്ടൺ കോൺട്രാക്ടിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, കൈൻഡ്ലി ടു ഡിലീറ്റ്. അതിൽ ഓൾറെഡി അന്ന് 3.5K എന്തോ ആളുകൾ കണ്ടിട്ടുമുണ്ട്, വ്യൂവേഴ്സ് കണ്ടിട്ടുമുണ്ട്. ആൻഡ് വൈ ഡിഡ്, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പെർമിഷൻ ഇല്ല നിങ്ങൾ വന്ന് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇട്ടതെന്നൊക്കെ പറഞ്ഞാൽ ഐ started talking to him വളരെ യൂഷ്വൽ കാഷ്വൽ ആയിട്ട്. ആൻഡ് ഹി വാസ് ലൈക്ക് ഇല്ല ഞാനിടും എന്നുള്ള ഒരു രീതിയിലാണ്, ഞാനിടും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുള്ള ഒരു സെൻസിൽ അയാൾ കണ്ട്. ഇത് എത്ര നാൾ ഞാൻ അയാളെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും, എത്ര നാൾ ഞാൻ വിളിച്ചിട്ട് പ്ലീസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ബിക്കോസ് വ്യൂവേഴ്സ് ആർ വാച്ചിങ്. ഞാൻ അന്ന് അതിലൊക്കെ ഭയങ്കര കൺസേൺ ആവുന്നൊരു, അതായത് വിത്തൗട്ട് മൈ പെർമിഷൻ. അതാണ് ഇവിടെ ഒരു പോയിന്റ്. എന്റെ പെർമിഷൻ ഇല്ലാതെയാണ് അതൊരു സ്പേസിൽ, പബ്ലിക് സ്പേസിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അത് ഇതില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അഗ്രിമെന്റിന്റെ ബേസിലാണ് നമ്മൾ ചെയ്തത്. അപ്പം അതവിടെ കിടക്കുന്നില്ല, എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു. പേഴ്സണലി ഐ വാസ് നോട്ട് റിയലി ഹാപ്പി. അപ്പം റിക്വസ്റ്റ് ചെയ്യുന്നതോറും അയാൾ തലയിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ആൻഡ് അതിന്റെ എമൗണ്ട് അയാൾ ഇന്നും എനിക്ക് 10 രൂപയോ 15 രൂപയോ എന്തോ അയാൾ എനിക്ക് തരാനുണ്ട്. ഓക്കെ, 10K or 15K എൻ്റെ ഫുള്ളി പെയ്ഡ് അല്ല, ഫുള്ളി അയാൾ എനിക്ക് പേ ചെയ്തിട്ടില്ല എൻ്റെ റെമ്യൂണറേഷൻ. അത് ചോദിക്കുമ്പോഴേക്കും അയാൾ ഭയങ്കരമായിട്ട് എക്സ്ട്രീംലി വയലന്റ് ആയൊക്കെ എന്നോട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. സോ ഞാൻ ആ സമയത്ത് കടന്നുപോയ ഒരു മെന്റൽ പ്രഷർ എന്ന് പറയുന്നത് അത് അപാരമായിട്ടുള്ളൊരു പ്രഷർ. എസ്പെഷ്യലി ഞാൻ വേറൊരു കൺട്രിയിൽ നിന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാണ്ട് ഐ യൂസ് ടു തിങ്ക്, രാത്രിയൊക്കെ ഉറങ്ങുമ്പോഴൊക്കെ അതവിടെ കിടക്കുകയാണല്ലോ, എന്താ പറഞ്ഞിട്ട് മനസ്സിലാക്കി ഇറ്റ്സ് ചീറ്റിങ്. എന്നെ ഇതിനകത്ത് ഇങ്ങനത്തെ ഇത് എനിക്ക് ഒരു കാസ്റ്റിംഗ് ഒരാളുണ്ട്, രാജേഷ് എന്നാണ് അയാളുടെ പേര്, ആളെ ഞാൻ ഊഹിച്ചിട്ടുണ്ട്. രാജേഷ് എന്നാണ് കേട്ടോ അയാളുടെ പേര്. അപ്പം ഇയാള് വഴിയാണ് എനിക്ക് ഇത് അറിയുന്നത്. അയാളടുത്ത് ചോദിച്ചപ്പോൾ അയാളും കൈമലർത്തിയുള്ള സംസാരവും നിപ്പനെ ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാണ്. ആൻഡ് ഫൈനലി ഞാൻ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് അയാളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അത് റീസെന്റ് ആണ് കേട്ടോ, കുറച്ച് നാളുകൾക്ക് മുമ്പേ ആണ്. ഞാൻ വിളിച്ചപ്പോൾ ഹി വാസ് മാരീഡ്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയി, അങ്ങനത്തെ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുകയാണ്. അപ്പം എന്നോട് അയാൾ എന്താണെന്നറിയില്ല, അയാൾ ഇതുവരെയും പറഞ്ഞ പോലെ എടുത്ത് ഈ കാര്യം ഞാൻ ആവശ്യപ്പെട്ട ഉടനെ തന്നെ ഹി ഡിലീറ്റഡ് ഇറ്റ്. ഇയാൾ മെയിൽ അയച്ചിട്ട് എന്തോ ഡിലീറ്റ് ചെയ്തു. ഇതാണ് അവിടെ നടന്നത്. ഇയാൾ ഡിലീറ്റ് ചെയ്തു. ആഫ്റ്റർ ഇത്രയും സ്ട്രഗിൾസിന് ശേഷം ഈ ഡിലീറ്റ് ചെയ്തത് പോലും അയാൾ അറിഞ്ഞല്ല ചെയ്തത്. ഞാൻ അയാളെ വിളിച്ച് റിക്വസ്റ്റ് ആണ് ഇത് ചെയ്യിപ്പിച്ചത്. ഈവൻ അദ്ദേഹത്തിന്റെ വൈഫ് മീര മാക്സ്, അവരോടാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത് ഞാൻ അവരെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. അവർ അറിഞ്ഞല്ല ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത് ഐ കുഡ്ന്റ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇന്ന് ഇത് പോസ്റ്റ് ചെയ്തതിനു ശേഷം മീര മാക്സിനോട് ഇൻബോക്സിൽ ഒന്ന് ചോദിക്കുകയാണ്,
അത് അങ്ങനെ എന്താ നടന്നത് ആക്ച്വലി, ഇപ്പൊ നമ്മളൊന്നും ചെയ്തില്ലല്ലോ, എന്താ ഈ അബ്യൂസ്, എന്താ ഒന്നും അറിയാതെ ചോദിക്കുമ്പോൾ ഈ കടന്നു വന്ന ഏത് വർഷമാണ് നിങ്ങൾ ഇട്ടതെന്നും ഏത് കൊല്ലമാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തതെന്നും ഈ ഡിലീറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തുമാത്രം സ്ട്രഗിൾസിലൂടെ ഞാൻ കടന്നുപോയി എന്നും എന്തുമാത്രം ഫൈറ്റ്സിലൂടെ എന്തുമാത്രം ഫിയറിലൂടെ ഞാൻ കടന്നുപോയി എന്നുള്ളതൊക്കെ പേഴ്സണലി എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിന്റെ പേരാണ് അബ്യൂസ്. അതിന്റെ പേരാണ് അബ്യൂസ്. ഇറ്റ്സ് ആൻ ഇമോഷണൽ അബ്യൂസ്. യു ബ്ലാക്ക്മെയിൽഡ് മീ എന്നെ അദ്ദേഹം. പോരാത്തതിന് അക്കോമഡേഷൻ റൂമിൽ വെച്ചിട്ട് എന്റെ കൺസെന്റ് ഇല്ലാതെ ഇയാൾ എന്നെ കയറി പിടിച്ചു. അന്ന് ഞാൻ 2 കൊടുത്തു, അത് വേറെ കാര്യം, അയാൾക്കത് അറിയുകയും ചെയ്യാം. എന്റെ ബാഗ് വെക്കാൻ വേണ്ടി ബാഗ് ഞാൻ തള്ളി ഇങ്ങനെ അകത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ ഹെൽപ്പ് ചെയ്യാന്നുള്ള സെൻസിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കിൽ നിന്ന്, ഇയാൾ എന്നെ കയറി പിടിച്ചിട്ട് എനിക്കൊരു ഹഗ് പ്ലീസ് വാട്ട് ഈസ് ദിസ് എന്നുള്ള സെൻസിൽ ഞാൻ അന്ന് പറഞ്ഞു. ഞാൻ അന്ന് എന്നാൽ കഴിയുന്ന മാക്സിമം വോയിസ് ഞാൻ അന്ന് റേസ് ചെയ്തിരുന്നു. സോ ഇതൊക്കെ അവിടെ നടന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇയാളെ കുറിച്ചിട്ട് എന്നോട് വളരെ വിശ്വസനീയമായി എൻ്റെ ചില സ്ത്രീ സുഹൃത്തുക്കൾ ഇതേ എക്സ്പീരിയൻസിൽ കടന്നുപോയ ആൾക്കാർ എന്നോട് വന്ന് പേഴ്സണലി സംസാരിക്കുന്നുണ്ട്. സോ ഹിസ് നെയിം ഈസ് മാക്സ്വെൽ ജോസ്. ഓർത്ത് വെച്ചേക്ക്, അയാളിപ്പോൾ ഏതൊരു ഏജൻസി ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് ഹിസ് ഏജൻസി നെയിം ഓർ സംതിങ്, ബട്ട് ദിസ് ഇസ് ഇറ്റ്. യാ, അതുപോലെ ഒരു ആഷിഖ് മാഹി ഉണ്ട്, മോഡലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് ഒരു മോഡലിംഗ് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഹീ സെക്ഷുവലി അബ്യൂസ്ഡ് മീ ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ട് ഡ്യൂറിങ് എ ഷൂട്ട്. പോരാത്തതിന് അന്ന് എൻ്റെ കൂടെ അക്കമ്പനി ചെയ്ത എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആ സമയത്ത്. അവരെ കിട്ടുമോ എന്നുള്ള ഭാഷയിൽ, അത്രയും വൃത്തിയിട്ടൊരു ഭാഷ അയാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഹി ആസ്ക്ഡ് ഫോർ എ ത്രീസം. ഓക്കെ, എനിക്ക് വേണം, പറ്റുമെങ്കിൽ എനിക്ക് താങ്കളുടെ ഫ്രണ്ടിനെയും കൂടെ ഒന്ന് ഒപ്പിച്ച് തരുമോ എന്നാണ് ആ വൃത്തിയിട്ട് അവൻ ചോദിച്ചത്. അയാളെപ്പോലെ ഒരു ഇത്രയും ഒരു ഇങ്ങനത്തെ ഒരു അബ്യൂസ്, സെക്ഷൽ അബ്യൂസിന്റെ മോഡലിംഗ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളാണ് അയാൾ. അതിനുശേഷം ആളെ ഞാൻ ഒരിടത്ത് വെച്ച് കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും വെച്ച് എനിക്ക് അയാളെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല അയാളെ. അയാൾക്കൊരു പേജുണ്ട്, ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫർ എന്നോ അങ്ങനെ എന്തോ, ഫോട്ടോഗ്രാഫിന്നോ അങ്ങനെ എന്തോ ഒരു പേജുണ്ട്. അയാളുടെ ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എന്താ രണ്ടുപേരുടെ ഇടാത്തത്, പിന്നെ സബ് ഇൻസ്പെക്ടർ ആയതുകൊണ്ടാണോ എന്നൊക്കെ ചിലർ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ. നോക്കൂ, എനിക്ക് അങ്ങയുടെ പ്രൊഫൈൽ എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ചോദിച്ചാൽ പോരെ. നിങ്ങൾക്കൊക്കെ അത്ര ഇതാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, അയാളുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അപ്പോൾ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ കയ്യിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തില്ല, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഭയപ്പെടുന്ന ആളൊന്നും അല്ല, എനിക്കാരെയും ഭയവും ഇല്ല. ഇത്രയൊക്കെയാണുള്ളത്. അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഇവരൊക്കെ ആയിരുന്നു. അബിൽ ദീപ്, ആ കേരള ഫാഷൻ ലീഗില് അയാൾക്ക് സ്നേഹദാരിദ്ര്യം ആണ്, സ്നേഹമില്ല, ആരും അയാൾ അങ്ങ് സ്നേഹിക്കുന്നില്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ അടുത്ത തവണ നിനക്ക് വാക്ക് ചെയ്യാനൊരു അവസരം തരില്ല കേട്ടോ, ഒരു ഇതിനൊക്കെയാണ് വേണ്ടാന്നുള്ള സെൻസിൽ എനിക്ക് നിങ്ങളൊരു ചുക്കും തരണ്ട എന്നുള്ള ഒരു ഇത് വന്ന സമയത്ത് പുള്ളിക്കാരൻ എന്നെ പിന്നെ നോക്കിയില്ലത്. പിന്നെ പുള്ളിക്കാരന് പിന്നെ അറിയാമല്ലോ ഇവരുടെയൊക്കെ ഒരു മെയിൽ ഈഗോ വരുന്നത് അറിയാമല്ലോ. അതാണ് ഓൾമോസ്റ്റ് എല്ലാ പേരുകളും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഒട്ടും കഴിഞ്ഞിട്ടില്ല, എല്ലാം ഇനി വരുന്നതാണ്. ഇനിയും ഓരോ പേരുകൾ അല്ലെങ്കിൽ ഓരോരോ മാസ്ക് ഇട്ട് അതിന്റെ പുറകെ നിന്ന് ഇങ്ങനെ കാണിക്കുന്ന കുറേ പേരുകൾ, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, ഇഷ്ടംപോലെ ആൾക്കാർ. ലൈക്ക് ദ ലിസ്റ്റ് ഇസ് ടു ലോങ് ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു ഷട്ട് ഡൗൺ എനിത്തിങ്. ഐ ആം ഹിയർ ടു സ്പീക്ക് ഔട്ട് ആൻഡ് ഐ വിൽ ഓൾവേസ് സ്പീക്ക് ഔട്ട്. അതൊന്ന് ക്ലാരിറ്റിയോടെ പറഞ്ഞതാണ്. ആൻഡ് ചരൺ VFC സിദ്ദിഖ് ബാക്കി പറയൂ. സിദ്ദിഖ് എന്ന് മാത്രം പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം മെസ്സസ് മെനി വിമൻ ആർ അണ്ടർഗോയിങ് അബ്യൂസസ് ഇൻ ഈച്ച് സെക്കൻഡ്. യാ, ആൻഡ് ഇതൊന്നും അറിയാത്ത പോലെ ഇവർ വന്ന് എന്താ ജാതിക്കാണോ പോകുന്നത്, ബുക്ക് 2 എണ്ണം വെക്കട്ടെ 100 എണ്ണം വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഓരോ മിനിറ്റും ഏതെല്ലാം രീതിയിൽ എക്സ്പ്ലോയിറ്റ് ആവുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ. അതാ ഞാൻ പറഞ്ഞ അബ്യൂസ് എന്താന്ന് ഇവർക്ക് അറിയില്ല. ഇവര് അബ്യൂസിനെ കാണുന്നത് സെക്ഷുവൽ അബ്യൂസ് മാത്രമാണ്. അപ്പം അവരുടെയൊക്കെ ചിന്താഗതി ഇവരുടെ തന്നെ അബ്യൂസസ് ആണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ ഇവർക്ക് കാണാൻ പറ്റുന്നത്. ഇസാഫ് ബാങ്ക് ഏജന്റ്, അയാളെ പേര് എന്താന്ന് ഞാൻ പറഞ്ഞത്, എന്തോന്ന് അയാളെ പേരെന്താന്ന് ഞാൻ പേര് മറന്നു. ഞാൻ അയാളെ ഇതിൽ നിന്നാണ് അയാളുടെ പേര് കണ്ടുപിടിച്ചത്. എന്തോ ഒരു ലിയോ, വാട്ട് ഈസ് ദാറ്റ്, സരുൺ ലിയോ. അയാള് വളരെ എന്താണ് വേർബൽ അബ്യൂസാണ് അയാൾക്ക് ഭയങ്കരം. അയാൾ വേർബലി ഫോണിൽ വിളിച്ച് അബ്യൂസ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക, ഇതൊക്കെയാണ് അയാളുടെ ഒരു വിനോദം.
ഇവിടെ വലിയതുറ ബ്രാഞ്ചിലുള്ള ഒരു ഏജന്റാണ് അയാൾ. ഓക്കെ, അയാളെ ഒത്തിരി തവണ വാൺ ചെയ്തിരുന്നു, എന്നിട്ടും യാതൊരു ഇതുമില്ല. അതെന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇസാഫിന്റെ ഹെഡ് ഓഫീസിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിരുന്നു, മെയിൽ അയച്ചിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. ഇസാഫിൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ബ്രാഞ്ചിലുള്ള ആൾക്കാരൊക്കെ വളരെ നല്ല രീതിയിൽ, ഈവൻ കസ്റ്റമർ കെയർ ആണെങ്കിലൊക്കെ വളരെ കസ്റ്റമേഴ്സിനോട് വളരെ കേൾക്കാനും ലിസൺ ചെയ്യാനും ഒക്കെ കാണിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് അവർ ഇവിടെ വിടുമ്പോൾ ഇവിടുത്തെ മാനേജറും ഇവിടുത്തെ ഈ ബ്രാഞ്ചിലെ വലിയതുറ ബ്രാഞ്ചിലെ മാനേജറും അസിസ്റ്റന്റ് മാനേജറും ഏരിയ മാനേജറും എല്ലാം ഒരുപോലെയാണ്. അവർക്ക് അബ്യൂസ് എന്താ ഇതൊന്നും അവർക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ കൂടെ പോയിട്ട് സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര സ്ത്രീ എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഭയങ്കര ഒബ്ജക്റ്റിഫൈഡ് ആണ് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പം അവര് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലേക്ക് അവര് ട്രാൻസ്ഫർ ചെയ്ത് വിടും കംപ്ലൈന്റ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ബെസ്റ്റ് സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കംപ്ലൈന്റ് വിടുന്നുണ്ട്. അയാൾ വീണ്ടും വീണ്ടും പല സ്ത്രീകളെയും ഇങ്ങനെ ഫോണിലും ഇതിലൊക്കെ വെർബലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒരു രീതി ഉണ്ടല്ലോ, നമുക്ക് എല്ലാത്തിനും ഓരോരു രീതികളുണ്ട്. ഒരു കാര്യം ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ ഒരു രീതിയുണ്ട്. ആ രീതി കൈവിടുമ്പം അബ്യൂസിന്റെ പല പല ബോർഡർ ലൈൻസും ഒരു ക്രോസ് ചെയ്യണമെന്ന് പറയേണ്ടി വരും. അബ്യൂസിന്റെ അല്ല, ഐ മീൻ അവർ പേഴ്സണൽ പ്രൈവറ്റ്, ഐ മീൻ ആ സോൺ ക്രോസ് ചെയ്യുമ്പോൾ അത് അബ്യൂസ് ആകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ടങ് സ്ലിപ്പായി പോയി. നിയാസ് ചുണ്ട പറഞ്ഞിരിക്കുന്നത്, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് അവസാനം കൈഫലം ഇല്ലാതാകുമ്പോൾ തല്ലി. അയ്യോ, അത് താഴെ പോയല്ലോ, അത് എവിടെ പോയി ആ കമന്റ്? വാട്ട് എവർ, ഇറ്റ് വാസ് നോട്ട് ഗുഡ് കമന്റ്, എനിക്കത് മനസ്സിലായി. എന്നാലും ഞാൻ ഫുള്ള് വായിച്ചില്ല. എന്നാലും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചെന്ന് പറയുന്നത് എന്താണ്? ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്? നമ്മളിവിടെ ഓരോ മിനിറ്റും അണ്ടർഗോ ചെയ്യാണ് അബ്യൂസിന്. ഓക്കെ, അതാണ് വിഷയം. അല്ലാതെ അനുഭവിക്കാനുള്ളതൊക്കെ അങ്ങ് അനുഭവിച്ച് തീർത്തിട്ടിരിക്കുകയാണോ ഇവിടെ? എന്തോ തീരാതെന്തോന്ന് അടുത്ത മൊമെന്റിൽ എന്തുമാത്രം സേഫ്റ്റി നമുക്കില്ല എന്നുള്ള ഒരു സോണിലാണ് ഇവിടുത്തെ ഓരോ സ്ത്രീകളും ജീവിക്കുന്നത്. അപ്പോഴാണ് പിന്നെ അനുഭവിക്കാനുള്ളത് അവന്റെ. Sony Mohan, I think you are the wife of ISAF agent. No, I'm not a fucking wife of any ISAF agent. Okay, I'm not married. സതീഷ് പോയി കേസ് കൊടുക്കുക, ഇങ്ങനെ പോകാതെ. ഇതിനുള്ള മറുപടി ലൈവിന് തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ വല്ലതും വലിഞ്ഞേറി വന്നതാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ എടുത്ത് വെച്ച് റിവൈൻഡ് ചെയ്ത് നോക്കിക്കോ. ഞാൻ കൂവാതിരിക്കും. നിങ്ങൾ എന്തിനാണ് എൻ്റെ പ്രൊഫൈലിനകത്ത് വന്ന് തപ്പുന്നത് ഇതൊക്കെ? ആൻഡ് സൗരഭ് കൃഷ്ണ ഉണ്ട്, ഒരു സൈബർ ബുള്ളിയാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ സ്കൂളിൽ പണ്ട് ചിന്മയ വിദ്യാലയ ആറ്റുകാലിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. വി നെവർ ടോക്ട് വിത്ത് ഈച്ച് അതർ. പക്ഷേ ഇയാൾക്ക് ഇങ്ങ് ആകെ വന്ന് നമ്മളെ ഹറാസ് ചെയ്യുക. നമ്മൾ നോ പറഞ്ഞാലും, അതായത് നമ്മൾ പറയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാലും, ഇല്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടേ പോവുള്ളൂ, നീ വെറും ഇതാണ്, നീ ഇതാണ് നിന്നെ കൊണ്ട് ഒന്നിനെ കൊള്ളൂല, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഒരു ഹരാസിന്റെ ഒരു ആസ്പെക്റ്റുകൾ നമുക്കറിയാലോ. ഹരാസ്മെന്റ് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി വെർബൽ, ഇറ്റ് ക്യാൻ ബി മെന്റൽ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ലൈക്ക് ഇറ്റ് ക്യാൻ ബി ആക്റ്റീവ്, ഇറ്റ് ക്യാൻ ബി പാസീവ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇതെല്ലാം പലതരത്തിലുള്ള ഹറാസ്മെന്റുകളാണ്. അവരെടുക്കുന്ന ടെക്നിക്സ് ആണ്, അവരെടുക്കുന്ന ഓരോരോ സ്റ്റെപ്പുകളാണ്. ഓരോ ആൾക്കാർ ഓരോ പേഴ്സണാലിറ്റി അനുസരിച്ചാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് അയാൾ ഇങ്ങനെ എൻ്റെ പുറകെയാണ്, ഭയങ്കര ഹേറ്റ്രഡ് പരത്തുക, നമ്മളെ ക്യാരക്ടർ അസസിനേറ്റ് ചെയ്യുക, പല കാര്യങ്ങളും കയറി വന്ന് അനാവശ്യമായിട്ട് നമ്മളങ്ങ് ക്രൂശിക്കുക. നമ്മൾ എത്ര നോ പറഞ്ഞിട്ടും ആ സ്പേസിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ വന്ന് നമ്മളെ ഇങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന ഒരാളാണ് സൗരഭ് കൃഷ്ണ. സൗരഭ് കൃഷ്ണയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലോ ഒന്നും എനിക്കറിയില്ല. സൗരഭ് കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ മാത്രം എനിക്കറിയാം. ഐ എം നോട്ട് ഫോളോയിങ് ദാറ്റ് പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് ഫോളോയിങ് മീ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത്രയും പ്രശ്നമുള്ള ഒരാൾ എന്തിനാണ് വെറുതെ ഫോളോ ചെയ്ത് സമയം കളയാൻ വരുന്നതെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ എല്ലാണോ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഹൗ കോൺട്രഡിക്ടറി. അപ്പം ദാറ്റ് ഈസ് സൗരഭ് കൃഷ്ണ. അയാൾ പഠിച്ചിരുന്നത് ചിന്മയ വിദ്യാലയ ആറ്റുകാലിലാണ്. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെഞ്ചിലിരുന്നായിരുന്നു പഠിച്ചത്. ഷമീർ അറയ്ക്കൽ എന്തോ പറഞ്ഞിട്ട് പോയി. എനിക്ക് ഇതെല്ലാം ഇതാവുന്നത്, ഇത് കമന്റ്സ് എല്ലാം അങ്ങ് താഴെ പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് Anamika, hi Anamika, I hope you're fine. Sending love.
പിന്നെ കുറെ ഈ ഓൺലൈൻ പത്രക്കാരുണ്ടല്ലോ, ഇവർ ഈ വന്നിട്ട് എന്തോന്നാണ് ഈ പിന്നെ ഇൻബോക്സിനകത്ത് അത് അങ്ങനെ നടന്നേന്നൊന്ന് പറയൂ, ഇത് ഇങ്ങനെ നടന്നേന്നൊന്ന് പറയൂ, മറ്റത് എങ്ങനെ. നിങ്ങൾ എന്തോന്നാണിത്? ഒരു സർവൈവറിന്റെ അടുത്ത് നിങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങളെല്ലാം ഒരേ ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നിന്ന് നിങ്ങൾ ഒരു മറുപടിയും പ്രതീക്ഷിക്കേണ്ട ആ കാര്യത്തിൽ. അതുകൊണ്ട് സ്പാം മെസ്സേജിനകത്ത് നിങ്ങൾ അവിടെ കിടന്ന് ഇതൊക്കെ പറയുള്ളൂ. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. പറയാൻ തോന്നുന്ന ആൾക്കാരോട് പറയും, പറയാൻ തോന്നുന്ന മീഡിയത്തിൽ ഞാൻ എഴുതും, പറയും. ചിലപ്പോൾ അതിങ്ങനെ ലൈവിൽ വരും, ചിലപ്പോൾ ഞാൻ ലൈവിൽ വന്ന് പാടും, ചിലപ്പോൾ ഞാൻ ഡാൻസ് കളിക്കും, അങ്ങനെ പലതും ഞാൻ ചെയ്യും. അതുകൊണ്ട് നിയാസ് ചുണ്ട, വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ഓരോ നമ്പറുകൾ ഞാൻ വാർത്തകളിൽ ഓൾറെഡി ഇടം പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിന് വിലയില്ല. ഔട്ട്. സിദ്ദിഖ് എന്ത് ചെയ്തു? നിജോ ജോസ് പോയി സിദ്ദിഖിനോട് ചോദിക്കണോ? അറിയാം, ഇത്ര അങ്ങ് മുട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ പോയി ഇക്ക ഫിയാൻസ് ആയിട്ട് പോ. കുറെ ഇക്ക ഫിയാൻസിനെ ഞാൻ കുറച്ച് നേരത്തിന് മുന്നേ കണ്ടു കമന്റ് ബോക്സിൽ. ഭയങ്കരം തന്നെ റോബിൻ മച്ചാൻ. എന്താ മച്ചാൻ ഇവന്റെ ഭയങ്കരം ആവാതെ? ഞാൻ ഭയങ്കരമാണ്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ഹൂ ഐ ആം. യു ഷുഡ് പ്രൊവൈഡ് എവിഡൻസ്. ആ എവിഡൻസ് വരെ വരാത്ത എന്താന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഒരാളെ അബ്യൂസ് ചെയ്തതിനും സെക്ഷുവലി അബ്യൂസ് ചെയ്തതിനും മെന്റലി അബ്യൂസ് ചെയ്തതിനൊക്കെ എവിഡൻസ് ചോദിക്കുന്ന ഞാൻ പറയുന്നില്ല. എവിഡൻസ് ഈസ് മൈ pain, evidence is my voice, evidence is who I am, evidence is this life. I'm interacting, I'm speaking, my mouth is open. That's the evidence you get. I'm not going to provide any evidence. Just get lost. ബാലജിത്ത് ബാലു, ഐ ലവ് യു ബാലു. യു ആർ സച്ച് എ ഗുഡ് ഫ്രണ്ട്. ചിന്മയിൽ എനിക്ക് വളരെ വിരളമായിട്ടുള്ള ആൾക്കാരൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ളൂ. ബാക്കി ഒന്നിനോട് ഞാൻ സംസാരിക്കാറില്ല. ലൈക്ക് എല്ലാം പീപ്പിൾ യൂസ് ടു ബി ലൈക്ക് സോ ജഡ്ജ്മെന്റൽ ആൻഡ് കുല മോഡ് ആണ്. അതുകൊണ്ട് ബട്ട് യു ആർ എ ഗുഡ് ഫ്രണ്ട്. നൈസ്. ലോട്ട്സ് ഓഫ് ലവ് ബാലു. ബാലുവിന്റെ അച്ഛൻ അമ്മ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രേണു റിച്ചു, സീസാഫ് ഏജന്റ് സെക്ഷുവലി അബ്യൂസ് നടത്തിയോ? ഇതിനൊക്കെയുള്ള മറുപടി ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയി ചെക്ക് ചെയ്തോ തനിയെ. റോയ് ജോൺ, കംപ്ലൈന്റ് ഓൺ ദി സ്പോട്ട്. അത് ശരി. നിങ്ങൾ പറയുന്ന പോലെ നമ്മള് ഓരോരുത്തർ ജീവിക്കണമെന്നാണോ പറയുന്നത്? നടക്കില്ല മോനെ, നടക്കില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലേ ബിഹേവ് ചെയ്യാൻ പറ്റൂ. ആൻഡ് വൺ മിസ്റ്റർ ഷനൂഖ് കരുവത്ത്, അയാള് പണ്ട് ചാക്കോസ് ആഡ്, കേക്കിന്റെ ആഡ്, അതില് ഞാൻ വളരെയധികം കളറിന്റെ ഡിസ്ക്രിമിനേഷൻ നേരിട്ടൊരു സ്ഥലമാണ്, എൻ്റെ ഒരു സെറ്റാണത്. ആൻഡ് പേഴ്സണലി എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം ഐ മീൻ അത് റിലീസ് ആവുന്നില്ല. സോ ഐ വാസ് ലൈക്ക് വൈ, വാട്ട് ഹാപ്പൻഡ് ഡൂഡ്, ടെൽ മീ. അവിടെ ഞാൻ നേരിട്ടൊരു വർണ്ണവിവേചനമുണ്ട്. ഞാൻ ബ്രൗൺ ആയതുകൊണ്ട് ഈ പറയാം, അതൊരു ചാക്കോസ് കേക്ക്സ് എന്ന് പറയുന്നത്, ചാക്കോസ് കേക്ക്സ് എന്ന് പറയുന്ന കമ്പനി അവര് USA ബേസ് ആണെന്ന് തോന്നുന്നു. ഏതോ ഫോറിൻ ഇതാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഫോറിൻ USA ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്, ഒരു ബേക്കറി ടൈപ്പ്. ഐ മീൻ അവർ കേക്ക് പ്രൊഡക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ ഒരു ആഡ് തിയേറ്ററിലൊക്കെ കൊടുക്കുന്ന ഒരു ആഡ്, അതിനകത്ത് ഇവര് എന്നെ കാസ്റ്റ് ചെയ്ത് എന്നെ ഷൂട്ടിങ് ചെയ്തതിന് ശേഷം ദേ റിജക്റ്റഡ് മീ. ഒരാളെ സെലക്ട് ചെയ്യാതിരിക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ ചോയ്സ്. പക്ഷേ കാരണം എന്താ? ടാലന്റ് ഓർ ദി കളർ? എന്നിട്ട് അയാൾ കുറെ എന്തൊക്കെയോ കൊണ്ടൊന്ന് പ്രസംഗിച്ചു, മിസ്റ്റർ ഷനൂഖ് കരുവാത്ത്. എന്തൊക്കെയോ കുറെ സോപ്പിടലൊക്കെ നടത്തി. ബട്ട് ദാറ്റ് വാസ് ഉട്ടർ നോൺസെൻസ്. ഇറ്റ് വാസ് ബുൾഷിറ്റ്. ഇറ്റ് വാസ് സച്ച് എ ഷിറ്റ്. അവര് പിന്നെ വീണ്ടും അവര് റീഷൂട്ട് ചെയ്തു ആരൊക്കെയോ കൊണ്ട്.
ദാറ്റ്സ് ഇറ്റ്. അതൊക്കെ നമുക്ക് സംഭവിക്കാം. ഐ മീൻ നമ്മളെ നോക്കി അവർ സർട്ടൺ കാര്യങ്ങൾ നിങ്ങൾ ബ്രൗൺ നിറമാണ്, നമുക്ക് ഫെയർ ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഫെയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലോകമാണിതെന്നും ഫെയർ ആയിട്ടുള്ളത് മാത്രമേ അക്സെപ്റ്റൻസിൽ എത്തുന്നുള്ളെന്നും ഫെയർ മാത്രമാണ് ഇറ്റ്സ് എ കളർ, ബാക്കിയെല്ലാം കളർ അല്ല എന്നും നമ്മളെ കംപ്ലീറ്റ്ലി വിവേചനം, പക്കാ വിവേചനം. അതിനെ അയാൾ കുറേ സ്വീറ്റ് ചെയ്യാൻ നോക്കി, പല രീതിയിൽ ഷുഗർ കോട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അയാളുടെ ഷുഗർ കോട്ട് ഒന്നും എനിക്ക് അത് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് കാണിക്കും, അത്ര എനിക്കുള്ളൂ. സോ അതാണ് അവിടെ സംഭവിച്ചത്. പബ്ലിസിറ്റി സ്റ്റണ്ട്, യെസ് സ്റ്റണ്ടാണ്. ഞാൻ ഫേമസ് ആയി, യെസ്. നിങ്ങളും ഇപ്പൊ കമന്റ് ഇട്ട് ഫേമസ് ആയല്ലോ. അപ്പൊ ഞാൻ തിരിച്ചു പറയട്ടെ, ഇത്രമാത്രം വൃത്തിയേട്ടവന്മാര് ഇവിടെ ഉണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് ഹൗ ടോക്സിക്. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നതൊക്കെ കുറെ പേരുടെ വിചാരം എന്തോ ഔദാര്യമാണ്, ആരൊക്കെയോ തരുന്നത് ഏറ്റുവാങ്ങുന്നു. പിന്നെ കുറെ ഇവിടുത്തെ ഏട്ടൻ ഫാൻസും ചേട്ടനല്ലാത്ത ഫാൻസും ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ മാത്രം ഒരു ലോകം. സ്പേസ്, നോട്ട് എ സ്പേസ് മാൻ, ഇറ്റ്സ് എ വാസ്റ്റ് സ്പേസ്. ഇവിടെ നമുക്ക് എന്ത് വേണോ ചെയ്യാം, ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇവരുടെ ഒന്നും പിന്നെ സ്വകാര്യ സ്വത്തോ ഇവരുടെ ഒന്നും മറ്റേ അണ്ടർവെയറിനുള്ള പിന്നെ പോക്കറ്റിനകത്ത് കിടക്കുന്ന സാധനമൊന്നും അല്ല സിനിമ എന്തോ അങ്ങനെയാണെന്നാണ് പലരുടെയും വിചാരം. ഫിലിം ഇസ് എ ഡെമോക്രാറ്റിക് സ്പേസ്, ഇറ്റ്സ് എൻ ആർട്ട്. അതറിയില്ലെങ്കിൽ ആദ്യം പോയി സ്വന്തമായിട്ട് അറിയണം. ப்ளீஸ் டாக் தமிழ். கார்த்திகேஷ மணியம், அன்னை எனக்கு தமிழ் தெரியாது அன்னை, கொஞ்சம் கொஞ்சம் தான் தெரியும். ஓகே அண்ணா. தமிழ் நான் இப்போ கத்திட்டு இருக்கு. நான் கோயம்புத்தூர் தான் படிக்கிறேன், அதனால ஐ எம் ட்ரைங் டு ஸ்பீக் இன் தமிழ். എന്താ വലിച്ചു കയറ്റിയത്? ഞാനിപ്പം വലിച്ചു കയറ്റിയത് ബിരിയാണിയാണ്. നീ ഉദ്ദേശിച്ചത് സ്റ്റഫ്സ് ആണെങ്കിൽ ഐ എം നോട്ട് എ പേഴ്സൺ ഹിയർ ടു എൻകറേജ് സ്റ്റഫ്സ്. അതുകൊണ്ട് ഞാൻ അതല്ല വലിച്ചു കയറ്റിയത്. ഞാൻ വലിച്ചു കയറ്റിയത് ബിരിയാണിയാണ്. ഓക്കെ, നീ വലിച്ചു കയറ്റുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുക, ഞാൻ വലിച്ചു കയറ്റുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. പരസ്പരം ചോദിക്കണ്ട. ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ജഡ്ജി സിരിച്ച് വീഴും. ആദ്യം അങ്ങനെ ഒരു ജഡ്ജി ഉണ്ടോ നോക്കാം, പിന്നെ നമുക്കിത് അങ്ങ് എത്തണം നോക്കാം, എന്നിട്ടല്ലേ അയാൾ ചിരിച്ച് വീണാന്നൊക്കെ നോക്കാൻ പറ്റൂ. ഷമീർ അറക്കലിന്റെ ആരെങ്കിലും ആണോ അവിടെ ജഡ്ജി ആയിട്ടിരിക്കുന്നത്? അതോ ഇനി നിങ്ങൾ സ്വയം നിങ്ങളെ ജഡ്ജിയാക്കി ചിന്തിച്ചു നോക്കിയതായിരിക്കും. അടിപൊളി. വേറെ ഓക്കെ, ബ്രൗൺ അല്ല ബ്ലാക്ക്. ഞാൻ ബ്ലാക്ക് ആവും ബ്രൗൺ ആവും, അതിനെന്താ? ഇറ്റ്സ് ജസ്റ്റ് എ കളർ. അതിനിപ്പോ എന്താ പ്രശ്നം? യു വാണ്ട് മീ ടു സേ ബ്ലാക്ക്? യാ, ഐ എം എ ബ്ലാക്ക് ഗേൾ. സോ വാട്ട്? ആരാ ഇത് ചോദിച്ചത്? മാനം കെട്ടവനോ? എന്താ മാനം കണ്ടം? ഡൺ. താങ്കളുടെ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. ശരി, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ സംസാരിക്കാൻ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള വിഡ്ഢിത്തനങ്ങൾ ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ മൈൻഡ് ചെയ്യുന്നതല്ല. വേറെ toxic messages. Gada, hi Gada. You put a love for me. Thank you. Wish you the same. And hi Susu. What is that? Susu. Ajay Suryan, കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്, ആദായ വിൽപ്പന. I have heard about some കരിങ്കോഴി, but I didn't saw one yet now.
I'm here in Karamana. You do one thing, just send me 10 karinkoris, okay? I'll gonna Google pay you. Okay, fast. കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനുള്ളത് നേരിട്ട് അയക്കാൻ കൂടെ കാണിക്കൂ. കരിങ്കോഴി മുട്ട വളരെ നല്ലതാണെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ദേവദത്ത് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് മീ ട്രൈ. പ്രവീൺ ജോൺ പോടി, നീ പോടാ. അൻസറിലി, നീ കൊടുത്തതൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാനാണ് ഞങ്ങളൊക്കെ കാണുന്നത്, അല്ലാതെ നിന്റെ ആരാധകരൊന്നുമില്ല. ഓക്കെ ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. എൻ്റെ ആരാധകരാണെന്ന് ഞാൻ ഞാൻ എവിടെയാണ് പറഞ്ഞത് എൻ്റെ ആരാധകരാണ് നിങ്ങളെന്ന്? ഈ ആരാധന എന്ന് പറയുന്നത് ഏറ്റവും വൾഗർ തിങ്ങാണ്. നിങ്ങളൊക്കെ ആരാധിച്ച് വെച്ചേക്കുന്ന കുറെ ബിംബങ്ങളാണ് ഇവിടെ ഉടഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നെവർ, പ്ലീസ് കൺസിഡർ എസ് ഹ്യൂമൻസ്. വെറുതെ ഈ ആരാധനയും ബിംബാരാധനയും ഏട്ടൻ അത് ഇത് തൊഴിലിടം, വർക്ക് സ്പേസ് പോതും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്നെ ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരരുത്. ഞാനിവിടെ ഒരു ആരാധനയും വെച്ചിട്ടില്ല, ആരാധനകളെയും നടത്തുന്നുമില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ദൈവമായിട്ട് ഇരിക്കുന്നതുമില്ല. I don't believe in any kind of fucking shits. And okay, I think it's time to go. ഭീഷണികൾ വരുന്നുണ്ടോ? നീതിക്ക് വേണ്ടി പോരാടുന്ന ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെയ്തവരൊക്കെ പേടിച്ചാൽ പോരെ. ഭീഷണി വന്നാൽ എന്ത് ചെയ്യും? കൂടിപ്പോയാൽ എന്ത് ചെയ്യും? വന്ന് കൊല്ലും, ഇത്രയല്ലേ ഉള്ളൂ. കൊന്നു കഴിഞ്ഞാൽ അതിന് ശേഷം എന്താ? അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. എന്ത് വേണോ അവർക്ക് ചെയ്യാം. ദേ ക്യാൻ ഡു വാട്ട് എവർ ദേ ക്യാൻ. Okay, fine. Okay, but thank you so much. So many people are messaging here. So many bastards are also messaging here, making the space so toxic. So ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. So I'm just leaving the space. Tata, bye bye. ഇനി എങ്ങനെയാണ് നിർത്തേണ്ടത്? Okay, bye. Take care. Good night. Stay safe. Finish.